ചോദിച്ചാൽ നീ സത്യം പറയൂ. എന്താണ്? എന്റെ ഭർത്താവിന് രണ്ട് കൈകൾക്കും സ്വാധീനമില്ലാത്തതിൽ നിനക്ക് വിഷമം തോന്നുന്നില്ലേ? നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് എത്രയോ വലിയ കുടുംബത്തിലെ സുന്ദരിമാർ വന്നിരുന്നേനെ. നിങ്ങളൊരു സൂക്കേടുകാരനായതുകൊണ്ടല്ലേ നിങ്ങളെ എനിക്ക് കിട്ടിയത്. ഞാനിതെന്റെ ഭാഗ്യമായി കരുതുന്നു. ഇത് കുടിക്കൂ. കുളി കഴിഞ്ഞ് നീ വേഗം വന്നല്ലോ മോളെ, നന്നായി. നീയാണോ അതോ കമറുദ്ദീനാണോ ഭാഗ്യം ചെയ്തെന്ന് തീർത്ത് പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല മോളെ. ഈ തറവാട്ടിൽ ഇന്ന് കാണുന്ന സ്വത്തും അന്തസ്സുമൊക്കെ കമറുദ്ദീന്റെ ജനനത്തിന് ശേഷം ഉണ്ടായതാണ്. വളരെ വാത്സല്യത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടി അവനെ വളർത്തി. ഒരു ഡോക്ടറുടെ ശ്രദ്ധക്കുറവ് മൂലം ചെറുപ്പത്തിലെ അവന്റെ കൈകൾക്കുള്ള ശക്തി നഷ്ടപ്പെട്ടു. എത്രയോ ശ്രമിച്ചു നോക്കിയിട്ടും അവൻ ആ സൂക്കടിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും അവന് ശക്തിയില്ല. മകനാണെങ്കിലും ഒരു പരിധിവരെയല്ലേ എനിക്കവനെ പരിചരിക്കാൻ പറ്റൂ. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അവന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിൽക്കുന്ന സുലൈമാനാണ്. ഇനി മുതൽ നീ വേണം അതൊക്കെ നോക്കാൻ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇനി ഇക്ക വിഷമിക്കാൻ ഞാൻ ഇടവരുത്തില്ല. ഈ ചായ കൊണ്ട് കൊടുക്ക് മോളെ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് അവന് ഇഷ്ടമല്ല. അതെല്ലാം നീ അവന്റെ മുറിയിൽ വെച്ച് തന്നെ കൊടുക്കണം. കല്യാണം പൊടിച്ചു കേട്ടാ. നാളന്തറയിൽ അലിയാർ കുഞ്ഞിക്കാന്റെ ബന്ധുവല്ലേ ഇരിക്കണേ. ഇനി നോ പ്രോബ്ലം. പരീതേ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയായിരുന്നു എന്റെ മോളെ വലിയൊരു തറവാട്ടിലേക്ക് കെട്ടിച്ചു വിടണമെന്ന്. ഏതായാലും പടച്ചോന്റെ കൃപ കൊണ്ട് നടന്നു. അക്കാര്യം നിങ്ങൾ നമ്മൾ ഏൽപ്പിച്ചപ്പോഴേ നിങ്ങൾക്ക് നോ പ്രോബ്ലം. ഇത്രയും ബുദ്ധിമുട്ടിയിട്ടൊരു കല്യാണം ഞാൻ എന്റെ ആയുസിൽ നടത്തിയിട്ടില്ല. ആഹാ, അവര് പഴയ തറവാട്ടുകാരല്ലേ. സ്വത്ത് കൊണ്ടാണെങ്കിൽ ഇന്നാട്ടിലെ വമ്പന്മാരും. നിങ്ങളൊരു ചായക്കടക്കാരൻ. ദാറ്റ് വാസ് മൈ പ്രോബ്ലം. പക്ഷെ ഇപ്പൊ നോ പ്രോബ്ലം. നിങ്ങളെ മോള് രക്ഷപ്പെട്ടല്ലോ. അവൾക്ക് ഇനി രാജകുമാരിയെ പോലെ അവിടെ കയ്യ. കേട്ടാ, ഇവക്ക് ഈ ബന്ധം തീരെ ഇഷ്ടായിരുന്നില്ല. ഇപ്പൊ നീ എന്ത് പറയണു? നമ്മുടെ ബന്ധുവെ പറ്റി ഇവര് പറഞ്ഞ കേട്ടാ? കേട്ടു. 5 നോട്ടുണ്ട്, 500 രൂപ. പറഞ്ഞതിൽ നിന്ന് ഒന്നും കുറച്ചിട്ടില്ല. ഇനിയിപ്പോ ലേശം കുറഞ്ഞ്. നോ പ്രോബ്ലം. മതി. അല്ലയാ, ഞാൻ പോവാണ്. ഇത്ര പെട്ടെന്നോ? പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പോരെങ്കിൽ ബാപ്പ സുഖമില്ലാതെ കിടക്കുമല്ലേ. ആ, താഹിറ പോരുന്നില്ലേ? ഞാൻ പോണോന്ന് ഇക്കാക്കയ്ക്ക് എന്ത് ഇത്ര നിർബന്ധം? പോണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇക്കാന്റെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ എന്നെ കൊണ്ടാവൂ. എപ്പോ നോക്കിയാലും ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അവിടെ അസുഖം മാത്രമേ ഉള്ളൂ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ തറവാട്ടിലെ ബന്ധുതയെന്ന് കേട്ടപ്പോൾ എന്റെ ഉമ്മ ബാപ്പമാർ എല്ലാം മറന്നു. ആ മറവിയുടെ ഫലമാണ് ഞാനും അവരും ഇപ്പൊ അനുഭവിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെ പോലും ബോർഡിങ്ങിൽ കൊണ്ട് ചേർക്കേണ്ട ഗതികേടിൽ ഇവൾ കൊണ്ട് എത്തിച്ചു. എടീ, കൊച്ചു പെണ്ണാണെങ്കിലും ഉമ്മുക്കുൽസു അളിയനെ ശുശ്രൂഷിക്കുന്നത് കണ്ടു പഠിക്ക്. എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. 2 ചായ, 1 വിത്തൗട്ട്. പള്ളാർച്ച് പറ്റി വീങ്ങണ്ടല്ല. എന്താണ് യമകന്റെ കോളെല്ലാം കിട്ടിയാ പറയാ?
എന്ത് കോളിന്റെ കോയ? ആ പിന്നെ ഇക്ക അവിടെ 1 രൂപ 10 പൈസ. ബുക്കിൽ എഴുതിക്കോ. പറ്റു കുറച്ച് അധികമായി. അതിനെന്താ, ഞാനില്ലേ? ആ ഒലക്കല മൂടി. തന്റെ പേര് പറഞ്ഞാലും പറ്റണ്ടല്ല. പലചരക്കടക്കാരൻ ഹൈദ്രോസിക്ക സാധനം കടം തരൂല്ല. താൻ ചുമ്മാ കയറിയ ആളാകടോ. ഉടമസ്ഥനെ ഹമീദ് സമ്മതിച്ചാ പിന്നെ സപ്ലയർ ആയ തനിക്കെന്താ? അല്ലോ ഹമീദിക്ക് ഇങ്ങനെ സമ്മതിച്ചാണ് ഇതേ അലമാരിലെ പലഹാരത്തിന് എണ്ണം കുറഞ്ഞത്. കാലത്ത് തന്നെ കുറ്റിയും പറിച്ചിങ്ങാട് പോരും. ആരാന്റെ മുതലേ ഞമ്മന്റെ വയറേന്നും പറഞ്ഞിട്ട് ഒന്നിറങ്ങി പോടോന്നേ. ആ ഇപ്പൊ തരാം, മനസ്സിലിരിക്കും. ഇപ്പൊ തരടോ, ഒന്ന് വെറുതെ ഇട്ടേ. കടം ചോദിച്ചാൽ മതിയേക്കണ്ട കള്ളൻ. ആ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നളന്തറയിൽ അരിയാര് കുഞ്ഞിയുടെ വീട്ടിലെ കസേരയെ കയറിയിരിക്കാൻ മാത്രം ചായക്കടക്കാരൻ ഹമീദ് വളർന്നോടാ. ബാപ്പ എന്താ വന്ന കാലത്ത് തന്നെ നിക്കണേ? ഇരിക്കായിരുന്നില്ലേ? ആലോചിക്കായി അല്ല മോളെ, ആരെങ്കിലും വരട്ടെ എന്ന് കരുതി. മോക്കിവിടെ സുഖം തന്നെയല്ലേ? അതെ പാപ്പ. അൽഹംദുലില്ലാഹ്. നിനക്കിവിടെ ഒരു കുറവും വരില്ലെന്ന് വാപ്പക്കറിയാം. നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ സാധിച്ചത് നിന്റെയും എന്റെയും ഭാഗ്യ. നിന്റെ മാമ ഇല്ലേ ഇവിടെ? മാമയും അമ്മായി എവിടെ പോയിരിക്ക? ആ വീട്ടില് ഉമ്മായിക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ഇക്കായ്ക്ക് ബാപ്പയൊന്ന് കാണണമെന്ന്. അകത്തേക്ക് പോവാം. ആ മാമയും അമ്മായിയും വന്നല്ലോ. ആ ഹമീദോ വന്നിട്ട് അധിക നേരായോ? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇരിക്ക്. ആ ഇരിക്കാം. മോളെ കാണാൻ വന്നതായിരിക്കും. കാണാൻ മാത്രമല്ല, പിന്നെ കമറുദ്ദീനെയും ഉമ്മു കുൽസൂനെയും വിരുന്നിന് കൊണ്ടുപോകാൻ വന്നതാ. വിരുന്നിന് കൊണ്ടുപോവാനോ? സംഗതി കൊള്ളാമല്ലോ ഹമീദേ. എന്റെ മോനെ കൊണ്ട് നിങ്ങളെ മോളെ കെട്ടിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ? എന്റെ മോനൊരു സൂക്കേടുകാരനായി പോയതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നു. നിങ്ങളെ വരയിലേക്ക് എന്റെ മോനെ കൂട്ടിക്കൊണ്ടുപോകണത് എനിക്കിഷ്ടല്ല. വിരുന്നിനായാലും ശരി, മറ്റെന്തിനായാലും ശരി. എന്റെ നിലയും വിലയും ഞാൻ തന്നെ കാക്കണ്ടേ? എത്ര സ്വത്തും മുതലും ഉണ്ടെങ്കിലും നമുക്ക് ആ ബന്ധം വേണ്ട. അലിയാർ കുഞ്ഞിയുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് നമുക്കൊരു അന്തസ്സല്ലേ അല്ലേ? അതെ അതെ, നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനയുടെ ഗമയുള്ള അന്തസ്. കാശിന്റെയും പുത്തന്റെയും കാര്യം കേൾക്കുമ്പോ മനുഷ്യനിങ്ങനെ ബെടക്കായാലോ? ചെവിട്ടില് മൂട്ട പോയ ജയിലിലെ അയലൊക്കെക്കാര് ചോദിക്കുന്നത് മോളെയും മരുമോനെയും വിരുന്നിന് കൊണ്ടിരുന്നില്ലേന്ന്. അവരങ്ങനെ പറയുന്നെന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ് കളയാൻ ഒക്കും ഹമീദേ? എന്നാലും ഒന്നും പറയണ്ട, ഇത് നടക്കില്ല. എന്താ അവര് വന്നില്ലേ? ഇല്ല. അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന അലിയാര കുഞ്ഞിക്ക് ഇഷ്ടമില്ലെന്ന് എന്നവര് പറഞ്ഞോ? പിന്നെ പറയാതെ ഞാൻ ഊഹിച്ചു പറയണോ? അവർക്ക് അവിടെ വിലയും നിലയും നോക്കണ്ടേന്ന്. വെളിയും നിലയും നോക്കണമായിരുന്നെങ്കിൽ അവരെന്തിനായി കല്യാണം നടത്തിയത്? അത് അവരുടെ ആവശ്യമായിരുന്നു. ആണോ? എന്നാ പുതിയ ആപ്പിളെയും പുതിയ പെണ്ണിനെയും വിരുന്നിന് കൊണ്ടുവരുന്നത് നമ്മുടെ ആവശ്യമാണ്. നീ ഒന്ന് വെറുതെ ഇരിക്കുക. അവരെ വിരുന്നിന് കൊണ്ടുവന്നില്ലെന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞു വീഴുവോ? ആലാക്കിന്റെ അവലും കഞ്ഞി. ചെക്കന് സുഖമില്ലെന്ന് പറഞ്ഞ് നിക്കാഹ് പുതിയ ആപ്പിളയുടെ വീട്ടില്. ഇപ്പൊ വിരുന്നിനും അയക്കില്ലെന്ന്. ഇത് എവിടത്തെ നാട്ടിലടപ്പാ? അത് കണ്ടോ? ഉമ്മുന്റെ നിക്കാഹിന്റെ അന്ന് നടന്നതാ അവരുടേത്. ഇപ്പൊ വിരുന്നിന് കൊണ്ടുവന്നിരിക്കുന്നു. ബിസ്മിയും ചൊല്ലി അകത്തേക്ക് കയറുമോളെ. ഇനി ഈ വീടിന്റെ എല്ലാ ചുമതലകളും നിനക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
മോളെ. അല്ല മോൾക്ക് ഇത് എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നേക്കണ? അലുവയായിരിക്കും. കറുത്തതാ വെളുത്തതാ? അലുവയൊന്നുമല്ല, കുറച്ച് അച്ചപ്പവും കൊഴപ്പുവാ. താനിതൊന്ന് പിടിച്ചേ. താന നാട്ടുനടപ്പ് തെറ്റിച്ച് കല്യാണം ചെറുക്കന്റെ വീട്ടിൽ നടത്തിയതിന് നാട്ടുകാരെന്തൊക്കെയാ സൂചിക്കുന്നതെന്ന് ഇത്താത്തേക്ക് അറിയാമോ? ഇനിയിപ്പോ അവര് വിരുന്നിനെ അയക്കില്ലെന്ന് പറഞ്ഞാല് നാട്ടുകാരുടെ മുമ്പില് ഞങ്ങൾ തല ഉയർത്തി നടക്കണ്ടേ? അലീമയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഉമ്മുക്കുൽസിനെ കൊണ്ടുപോയിക്കോ. ഉമ്മുക്കുൽസിനെ കാണാനല്ല നാട്ടുകാർ കാത്തിരിക്കുന്നേ, അവളുടെ കെട്ടിയവനെ കാണാനാ. അതാണ് ഒട്ടും നടക്കാത്തത്. അവനെ വിരുന്നിന് പറഞ്ഞയക്കാൻ അവന്റെ ബാപ്പ സമ്മതിക്കൂല. നിങ്ങളുടെ മോന് കെട്ടിച്ചു തന്ന അധികാരം നിങ്ങൾക്കുണ്ടെങ്കിലും അവളെ 10 മാസം ചുമന്ന് പെറ്റവളാ ഞാൻ. എനിക്കും അവളുടെ മേൽ കുറച്ച് അധികാരമൊക്കെ ഇല്ലേ? പെറ്റു വളർത്തിയ അവകാശമൊക്കെ കെട്ടിച്ചയച്ചപ്പോ തീർന്നില്ലേ താത്ത? ആ അവകാശം തീർന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നത്? കൊത്തി കൊത്തി മുറത്തേക്കാർ കൊത്തി തുടങ്ങിയോ? ഈ താഹിറാനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളുടെ അന്തസ് ഞങ്ങൾക്ക് നോക്കണ്ടേ അലീമ? പണത്തിന്റെ കുറവല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു അന്തസ് കുറവുമില്ല. അത് പറഞ്ഞ് ഞങ്ങൾ ചവിട്ടി താത്താൻ നോക്കണ്ട. അല്ലെങ്കിൽ ഇവരെ പറഞ്ഞിട്ടെന്താ? വന്ന് കയറിയപ്പോ തന്നെ ബന്ധുക്കാരിയാണെന്ന് പറഞ്ഞ് കട്ടിലിമേ കയറ്റി ഇരുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഈ മുറ്റം വിട്ട് അകത്ത് കയറാൻ ഇവർക്കൊക്കെ ധൈര്യം വരുമായിരുന്നു. താഹിര, നിങ്ങളെ മാനം കെടുത്താൻ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇരിക്കലീമ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഉമ്മ പോകുന്നു മോളെ. പഠിച്ച മോളെ കാത്തുരക്ഷിക്കട്ടെ. താഹിര, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്താ ഉമ്മ? എന്റെ ഉമ്മ. ഉമ്മാക്ക് എന്ത് പറ്റി? ഉമ്മാക്കൊന്നും പറ്റിയില്ല. അവർ വന്നു പോയി, അത്ര തന്നെ. ആ തലമറന്ന് എന്നെ വയ്ക്കാൻ തുടങ്ങിയപ്പോ എനിക്കത് സഹിച്ചില്ല. ഞാനെന്തോ പറഞ്ഞു, അതിന് കെറിയിച്ചു പോയിരിക്കാൻ അവർ. അമ്മായി എന്താ തലമുറ നിന്ന് വെച്ചത്? അമ്മായി, അവരെ അമ്മായി എന്ന് വിളിക്കാൻ നാണോ ആവുന്നില്ലേ? ഞാൻ കെട്ടിയ പെണ്ണിന്റെ ഉമ്മാനെ അമ്മായി എന്നല്ലാണ്ട് പിന്നെ ഉമ്മാന്ന് വിളിക്കുവോ? ഓ, കെട്ടിയ പെണ്ണ്. എന്തു പറ്റി? ഒരു ചായക്കടക്കാരന്റെ മോളായതുകൊണ്ടായിരിക്കും അല്ലേ? അതിൽ ആർക്കെങ്കിലും അന്തസ്സുകളുണ്ടെങ്കിൽ അവർ ഈ വീട്ടിൽ നിൽക്കണമെന്നില്ല. ഞാനിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കാ അവകാശം? ഇത് എന്റെ കൂടി വീടാണ്. കെട്ടിച്ചയച്ച പെണ്ണിനേക്കാൾ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനായി ഈ വീട്ടിലെ അവകാശം. എന്താ ഇവിടെ ഒരു ബഹളം? കേട്ടു പാപ്പ ഇക്ക പറഞ്ഞത്? എനിക്ക് ഈ വീട്ടിൽ ഒരവകാശം ഇല്ലാന്ന്. എന്നോട് ഇവിടെ ഇറങ്ങിപ്പോക്കോളാൻ. നേരാണോടാ? നീ എങ്ങനെ പറഞ്ഞോ? എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഉമ്മൂന് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലാത്രേ. നേരല്ലേ അവള് പറഞ്ഞത്? കെട്ടിക്കൊണ്ടുവന്നതായിട്ട് 3 മൊഴിയുടെ ബന്ധേ ഉള്ളൂ. എത്ര മൊയ്യില്ലാലും പോവാത്ത ബന്ധാടാ ഉമ്മയോടും ബാപ്പയോടും പെങ്ങന്മാരോടുള്ളത്. പെണ്ണേ, ചായക്കടക്കാരൻ ഹമീദിന്റെ മോളായി തന്നെ കഴിഞ്ഞാ മതി കേട്ടോ. ആ കരയുന്നോ? ചായക്കടക്കാരൻ ഹമീദിന്റെ മകളായിട്ടല്ല, കമറുദ്ദീന്റെ ഭാര്യയായിട്ട് നീ ഈ വീട്ടിൽ ജീവിക്കും. ഈയിടെ താഹിറെ കുറച്ച് കൂടി പോകുന്നുണ്ട്. നിങ്ങൾ അവളെ നിലയ്ക്ക് നിർത്തണം. ഹായ്.
എന്താ എന്ത് പറ്റി? ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ല ആരിഫ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. വാ കേറ് കേറ്. നല്ല കുഴലപ്പം. ഇത് എവിടുന്ന? ഉമ്മ കുഞ്ഞിന്റെ ഉമ്മ കൊണ്ടുവന്നതാ. ചായക്കടക്കാരല്ലേ, പലഹാരങ്ങളൊക്കെ ജോറായിരിക്കും. അത്ര മേന്മയൊന്നും പറയണ്ട, ഉപ്പ് കുറെ കൂടുതലാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ ബാപ്പയുടെ പേര് ഹമീദ്, ഉപ്പപ്പാടെ പേരോ ഹൈദ്രോസ്, മൂപ്പരുടെ ബാപ്പയുടെ പേരോ അറിഞ്ഞൂടാ. അറിയൂല. എന്റെ ഉപ്പാപ്പയുടെയും അങ്ങേരുടെ ഉപ്പാപ്പയുടെയും പിന്നെ ഉപ്പാപ്പയുടെയും ഉപ്പാപ്പയുടെയും പേര് ഞാൻ പറയാം. അതൊക്കെ പിടിയിട്ടണമെങ്കിൽ തറവാട്ടുകാരായിരിക്കണം. നീ ഞങ്ങളോടൊപ്പം ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാ തറവാട്ടുകാരായി ഞങ്ങൾക്ക് കുറച്ചില്ല. താഹിറ, നിന്റെ ഈ പോക്ക് നല്ലതിനല്ല. മോളെ, നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ? വേണ്ടമ്മായി. മോളെ, ഒരു വീടായാൽ പല പിണക്കങ്ങളും കാണും എന്ന് വെച്ച് അതൊന്നും ഇവിടെയുള്ള ആണുങ്ങൾ അറിയാൻ ഇടവരരുത്. അതാണ് കുടുംബത്തോട് സ്നേഹമുള്ള പെണ്ണുങ്ങളുടെ ലക്ഷണം. ഉമ്മോ, നടക്ക്. നടക്കാൻ നടക്കാൻ. ഇരിക്ക്. ഇരിക്കാൻ. കുടുംബക്കാരും തറവാട്ടുകാരും അല്ലാത്തവർ ഈ മേശപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കഴിക്കും. അവൾ പറയുന്നൊന്നും നീ അത്ര കാര്യമായി എടുക്കണ്ട മോളെ. എന്തു ചെയ്യാം, ബാപ്പയുടെ സ്നേഹം മൂത്തുമൂത്ത് അവൾ അങ്ങനെയായിപ്പോയി. കഴിക്കേ. അസ്സലാമലൈക്കും. ഞമ്മക്കിപ്പോ പുറത്തിറങ്ങി എടുക്കാൻ പറ്റാതായി. എപ്പോ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും അലിയാറ് കുഞ്ഞിയാക്ക് നിങ്ങളെ പറ്റി ആക്ഷേപം പറയാനേ നേരമുള്ളൂ. ഞങ്ങളെ എന്ത് ചെയ്തെന്നാ അങ്ങേര് പറയുന്നത്? ഹാലാക്കിന്റെ അവലും കഞ്ഞി. ഹമീദും അലിയാറ് കുഞ്ഞിക്ക് ഒപ്പത്തിനൊപ്പമാണെന്ന് പറയുന്നത് ശരിയാണോ? അതും പറയും നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കയറി ചെല്ലണേ? മോള് സുഖമായി കഴിഞ്ഞോട്ടെ എന്ന് കരുതി നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഇരുന്നാ പോരെ? അവരൊക്കെ വലിയ വലിയ തറവാട്ടുകാരാ. എന്തോടോ കാക്ക ഈ തറവാടെന്ന് പറയുന്നത്? അവരാണെങ്കിൽ ഇങ്ങോട്ട് വരില്ല, ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാനും പാടില്ല. എന്താ കാളച്ചന്തേനും പിടിച്ചോണ്ട് പോയ ഉരുവോ മറ്റാണോ ഞങ്ങളുടെ മോള്? അന്തസ്സുള്ള വീട്ടിൽ നിന്ന് ബന്ധം പിടിക്കുമ്പോ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. നോക്ക്, അവർക്ക് അവരുടെ അന്തസ് കളഞ്ഞു വിളിക്കാൻ നോക്കുവോ? അന്തസ്, ഈ അന്തസ്സിന്റെ പേരും പറഞ്ഞ മോളെ ആ നരകത്തി കൊണ്ടിട്ടത്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇല മുള്ളിച്ചെന്ന് വീണാലും മുള്ള ചെന്ന് വീണാലും കേടൊക്കെ ഇലക്ക് തന്നെയാണ്. മുള്ളിന് നോ പ്രോബ്ലം. അണ്ണാക്ക് വരലാണ് വല്ലതുണ്ടോ? നിങ്ങൾ ഇവിടെ ചായക്കട തുടങ്ങിയ കാലം മുതൽക്കേ നമ്മൾ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയതാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്ക് നേരാമണം ശമ്പളം തന്നിട്ടുണ്ടാ? ഇപ്പൊ തന്നെ എത്രമാത്രം കുടിശ്ശിക ബാക്കിയുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് എത്ര നാളായിന്നറിയാ? എന്റെ ശമ്പളവും അതിന്റെ പലിശയും തീർത്ത് തരാണ്ട് നിങ്ങൾ ഇവിടുന്ന് ഒരറ്റടി വെക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്നൊന്നും പറയാൻ ഈ കോയ തയ്യാറല്ല. എന്ന് വെച്ചാല് ഇക്കാടെ നല്ല കാലത്ത് ഈ കോയ കൂടെ ഉണ്ടായിരുന്നു, ചീത്തക്കാലത്തും ഈ കോയ കൂടെ ഉണ്ടാവും. ഇക്ക വിഷമിക്കാണ്ടിരി. ഒരു രാത്രിക്ക് ഒരു പകലില്ലാണ്ടിരിക്കൂലല്ല. അല്ലാ അമീർക്ക, മമ്മാലിയ ഇരിക്കേ. എനിക്കിരിക്കാനൊന്നും സമയമില്ല. എന്നാ പിന്നെ നിക്കണാണ് നല്ലത്. ഞാൻ നിങ്ങളെ വീട്ടിലൊക്കെ തിരക്കിട്ടാ വരണം. സംഗതി മനസ്സിലായില്ലേ? കല്യാണത്തിന് മേടിച്ച കാശിന്റെ പലിശ ചോദിക്കാനായിരിക്കും. എനിക്ക് മുതലും ഇപ്പൊ തന്നെ കിട്ടണം. മമ്മാലി, കുറച്ച് ദിവസത്തേക്ക് കൂടി അവധി തരണം. ഞാൻ ആകെ തറന്നിരിക്കുക. തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ വാങ്ങിച്ചത്?
ഇതെന്താണിത്? എന്താണ് എന്താ കളിക്കൽ? ഇവിടെ ഇരിക്കുക. ഇതെന്താണിത്? അങ്ങനെ അങ്ങോട്ട് ചൂടാകാതിരിക്കും അമ്മാലിക്ക. കാശ് കടം മേടിക്കുമ്പോ എങ്ങനെയാണ് അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാന്ന് ആരും ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാല് കടം മേടിക്കാൻ പറ്റുവാ? വലിയൊരു വീട്ടിലെ ബന്ധുതയല്ലേ നടന്നത്. ഞമ്മക്ക് കഷ്ടമുണ്ടെങ്കിലും അവരുടെ അന്തസ്സിനനുസരിച്ച് പെണ്ണിനിറക്കി കൊടുക്കണം. എന്തൊരു ചെലവായിരുന്നു എന്റെ മമാലിക്ക. എന്താണിത്? മമാലിക്ക ഇങ്ങോട്ട് നോക്കിയതേ. മമാലിക്ക, പണം ചോദിച്ചിട്ട് ഹമീദ് ഖാനെ ബുദ്ധിമുട്ടിക്കരുത്. പണം അങ്ങേര് തരും. ഇപ്പൊ അതെ ഞാനിത് തരും. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇപ്പോൾ ഗ്ലാസ് വെള്ളവും തരും, കൂടെ ചായയും കൊണ്ട് തരും. അത് വേറെ കാര്യമുണ്ട്. ഇങ്ങനെ നോക്കി ദേ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇത് കുറച്ച് പൊതിയട്ടെ. വേണ്ടല്ലേ? വേണമല്ലേ? വേണ്ടല്ലേ? അല്ലോ അതേ നോക്കണ്. മമ്മാലി, ഒരു 3-4 മാസത്തെ അവധി എനിക്ക് തന്നേ പറ്റൂ. അതിനിടയ്ക്ക് മറ്റൊന്നും തരപ്പെട്ടില്ലെങ്കിൽ താമസിക്കുന്ന വീടും പറമ്പും പണയപ്പെടുത്തിയിട്ടെങ്കിലും നിങ്ങളുടെ കാശ് ഞാൻ തരാം. നേരാണല്ലോ ഈ പറയണത്. ഇനി ഒരു അവധി കേൾക്കാൻ ഈ മമ്മാലിയെ കിട്ടൂല. എന്തൊരു കിടപ്പാണിത്? ഇന്ന് കടയിൽ പോകുന്നില്ലേ? എനിക്ക് തീരെ സുഖമില്ല. ദാ ചായ. എന്ത് പറ്റി? ഞാനാ മുസ്തഫ. ഇത് കുടിക്ക്. വയ്യെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് പോയെന്തിനാ? എന്താ പറഞ്ഞേ? നിങ്ങളുടെ മോൻ എന്റെ പെണ്ണിനെ കെട്ടിച്ചേരേ? എടോ, ഒരു ചായക്കടക്കാരന്റെ മോനെന്ന് പറഞ്ഞാല് അതിലൊരു അന്തസ്സുണ്ട്. ഒരു പെട്ടിക്കടക്കാരന്റെ മീൻ കച്ചവടക്കാരന്റെ മോനെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. നിങ്ങളെപ്പോലെ ഇറച്ചി വെട്ടുകാരന്റെ കുടുംബമായി ഞാനൊരു ബന്ധുത പഠിക്കും താൻ വിചാരിച്ചല്ലോ മുസ്തഫ. എനിക്ക് വിഷമമുണ്ട് ഈ കാര്യത്തിൽ. ഇറച്ചി വെട്ടിന്റെ തൊഴിലാണ്. നാണം കെട്ട തൊഴില്. അമീതേ, എന്റെ തൊഴിലിനെ ആക്ഷേപിക്കരുത്. ആക്ഷേപിച്ചാൽ നിങ്ങളുടെ മകളെ കെട്ടുപറഞ്ഞു വന്നതിന്റെ പേരിൽ ഞാനിപ്പോ ക്ഷമിക്കുകയാണ്. അല്ലെങ്കിൽ താൻ ഒലത്തും. ഞാൻ നിങ്ങളെ അപമാനിച്ചു മുസ്തഫ. ആ പഴയ കഥകളൊക്കെ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ മറന്നു. എനിക്ക് മറക്കാനാവില്ല മുസ്തഫ. ഇതൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. കിടന്നോളൂ, കിടന്നോളൂ. അല്ലാ, ശ്വാസം വലിച്ചുവിട്. ഒന്നുകൂടെ വലിച്ചുവിട്. ദാ ഈ മരുന്ന് വാങ്ങി കൊടുക്കണം കേട്ടോ. ഡോക്ടർ. താങ്ക് യു. അമീതേ, ഞാൻ അങ്ങാടി വരെ ഒന്ന് പോയിട്ട് വരാം. മോളെ, ഞാൻ വരുന്ന വരെ ഇവിടെ തന്നെ കാണണം. ശരി മാമ, ഞാൻ പിന്നെ വരാം. ഞാൻ ഇച്ചിരി കഞ്ഞി കൊണ്ടുവരാം മോളെ.
അന്തസ് മോഹിച്ച് ബാപ്പ ചെയ്ത അപരാധം പുറത്തുതാ മോളെ. എന്തിനാ കരയുന്നേ? ഒരു ചായ. ചായ ഇല്ല, നാട്ടില്ല. ചായയല്ലേ ഒരു കാപ്പിയോട്. കാപ്പിക്ക് പാലില്ല, ഒരു സുലൈമാനി തരട്ടെ. കട്ടൻ ചായ വേണ്ട, ഒരു ഗ്ലാസ് വാട്ടർ ജ്യൂസ് കൊടു. വാട്ടർ ജ്യൂസാ? പൊറോട്ടെ, കോഴിയിറച്ചിയാ? അതെന്താണ്? എനിക്ക് മനസ്സിലായില്ല. അത് എന്താണത്? പച്ചവെള്ളം ഇല്ലേ, പച്ചവെള്ളം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ പിന്നെ നേരെ ചോദിക്കാൻ പാടില്ലായിരുന്ന? ഇത് വലിയ പാടായല്ലേ ഇത്. മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ വേണം ഇപ്പൊ എന്തും ചോദിക്കാനും പറയാനും. പങ്കിളിക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാലമാ. ഓ എന്ന് 2 വടി എടുക്കട്ടെ. ഇന്നത്തേന് ഇപ്പൊ ഉണ്ടാക്കിയതാണ്, ചൂടാറിയിട്ടില്ല. അതേ വെള്ളം ഇപ്പൊ കൊണ്ടു തരാട്ടെ. വെള്ളത്തിന് ഭയങ്കര ചാമാണ്. വട എങ്ങനെയുണ്ട്? കൊള്ളാവാ? അല്ലേ? അല്ലോ വാട്ടർ ജ്യൂസ് 1 रुपया 99 പൈസ അവിടെ കൊടുത്തേക്ക്. ആഹാ, മുതലാളിയുടെ സ്ഥാനത്ത് ഇപ്പൊ താനാണല്ലേ? എടോ, ഈ ഇളനീര് മൂത്താണടോ തേങ്ങ ആവണത്. ഒരു കാലത്ത് ഞമ്മളും ആവോടോ മുതലാളി. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഇരിക്കു സുലൈമാനെ. എന്താണ് അമേരിക്ക വല്ലാതെ? ഒന്നുമില്ല, 2 ദിവസമായിട്ടൊരു ചുമയും പനിയും, വല്ലാത്ത ക്ഷീണം. വീട്ടില് വിശേഷമൊന്നും ഇല്ലല്ലോ? അത് പറയാനാണ് ഞാൻ വന്നത്. ഉമ്മൂന് നല്ല സുഖമില്ല, 4-5 ദിവസമായിട്ട് കിടപ്പാണ്. പേടിക്കാനൊന്നുമില്ല, ഒരു പനി. ഉമ്മാനെയും ബാപ്പാനെയും ഒന്ന് കാണണമെന്ന്. ഉമ്മു പറഞ്ഞയച്ചതാണെന്ന് അവിടെ ആരും അറിയണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സുഖമില്ലെന്നുള്ള കാര്യം അവളെ അറിയിക്കണ്ട. പനി മാറിയ ഉടനെ ഞാൻ വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടോ ഹമീദേ? ഒന്നിനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതോടെ അവളുടെ മേലെ നിങ്ങൾക്കുള്ള അവകാശങ്ങളൊക്കെ തീർന്നായിരിക്കും വിചാരം. കുറച്ചു ദിവസമായി സുഖമില്ല കിടക്കായിരുന്നു. മോളെ, മോളെ, എന്താ അസുഖം മോളെ? ഒന്നുമില്ലുമ്മ, ചെറിയ പനിയാ. ഡോക്ടറെ കാണിച്ചോ? മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? നീ കുളി മാറിയിട്ടുണ്ടോ മോളെ? 4-5 ദിവസമായിട്ട് പനി പിടിച്ചു കിടക്കുന്ന ആ പെങ്കൊച്ചിനെ ഒരു ഡോക്ടറെ കാണിക്കാൻ നിങ്ങളെ കൊണ്ടായില്ല. കുരുമുളക് വെള്ളം കൊടുക്കുന്നുണ്ടത്രേ. കുരുമുളക് വെള്ളം. നിങ്ങളുടെ തറവാടിന്റെ അന്തസ്സാണ് ഈ കാണുന്നതൊക്കെ. ആലാക്കിന്റെ അവലും കഞ്ഞി. എന്റെ തറവാടിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ മാത്രം താൻ പറഞ്ഞല്ലോ കാക്ക. ഉമ്മ, ബാപ്പ മാമയുമായി വഴക്കിടുന്നു. ബാപ്പയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. പറയട്ടെ മോളെ, പറയട്ടെ. ചാഞ്ഞു കിടക്കുന്നുണ്ടാ ഓടി കയറുന്നത്.
അപ്പോ നിങ്ങൾ എന്നെ ഇവിടെയും പൊറുക്കാൻ സമ്മതിക്കില്ലല്ലേ? ഒന്നു ഈ നിലയിൽ ഇവിടെ പൊറുക്കണേലും നല്ലത് പൊറുക്കാതിരിക്കുകയാണ്. എന്നാ പിന്നെ നിങ്ങൾ എന്നെ കൊന്നുകള. മോളെ, ബാപ്പാനെയും ഉമ്മാനെയും കണ്ടാൽ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് കരുതിയ വിവരം അറിയിച്ചത്. ഇപ്പൊ ഉള്ള സമാധാനം കൂടി ഇല്ലാതായി. ഒരു പനി പിടിച്ചതിന് ഡോക്ടറെ വിളിക്കാന്ന് വെച്ചാൽ ബാക്കി വല്ലതും വരുമ്പോ ആരെ വിളിക്കും? നിങ്ങളോ നിങ്ങളുടെ മോളോ ഒന്ന് തുമ്മിയാ മതിയല്ലോ, അപ്പൊ ഡോക്ടറായി കുത്തിവെപ്പായി. എന്റെ മോള് പണമില്ലാത്തോളായി പോയി. എന്താ സംശയം? പൊന്നും മുതലും തന്ന് കെട്ടിച്ചയച്ചാലല്ലോ. കാശും പുത്തനും ഉണ്ടാക്കിയവർക്ക് അത് ചെലവാകുമ്പോ നടന്നു തോന്നും. ആ, അതിനോടുള്ള ആർത്തി തോന്നിട്ടാ ഞാൻ എന്റെ മോളെ ഈ നിലയിൽ എത്തിച്ചത്. ആ, അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? തന്റെ മോൾ അന്തസ്സോടെ ജീവിക്കണ്. വേണ്ട, ഹമീദിനെ കൊണ്ട് അധികം പറയിക്കണ്ട. നിങ്ങൾ എന്തിനാ ഒന്നും ഇരട്ടിയും പറഞ്ഞ് വഴക്കൂടുന്നത്? നിങ്ങൾക്ക് അവളെ നോക്കാൻ പറ്റില്ലെങ്കിൽ പറ, ഞങ്ങൾ അവളെ കൊണ്ടുപോയി നോക്കിക്കോളാം. ഞങ്ങൾക്ക് അവളെ കളയാൻ പറ്റില്ലല്ലോ. ആ, ഒരു പനി പിടിച്ചപ്പോഴേക്കും ഞങ്ങൾ അവളെ പറഞ്ഞയച്ചെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അവരവളെ കൊണ്ടുപോട്ടെ പാപ്പ. നീ ഇതിൽ അഭിപ്രായം ഒന്നും പറയണ്ട. ഞാൻ അവളുടെ കെട്ടിയവനാണെങ്കിൽ അഭിപ്രായം പറഞ്ഞേ പറ്റൂ. പനി തുടങ്ങി 2-ാം ദിവസം പോലെ ഞാൻ പറയുന്നത് അവളെ ഒരു ഡോക്ടറെ കാണിക്കാൻ. ആരും അത് ചെവിക്കൊണ്ടില്ല. എനിക്ക് പനി പകരുമെന്ന് പറഞ്ഞ അവളെ ഒരു ഇരുട്ടുമുറി കൊണ്ടേ കിടത്തി. അവളെ എവിടെ ഇട്ട് കഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദമല്ലേ വാപ്പ അവര് കൊണ്ടുപോകുന്നത്? അവർക്ക് അവളെ കൊണ്ടുപോണെങ്കിൽ കൊണ്ടുപോട്ടെ. അവര് കൊണ്ടുപോയതാണെന്ന് ആരും പറയില്ലല്ലോ. നമ്മൾ പറഞ്ഞയച്ചാണെന്നല്ലേ പറയാ. നാണക്കേട്. ഞാൻ കാരണം ഈ കുടുംബത്തിന് ഇനി ഒരു നാണക്കേട് വരണ്ട. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. പിന്നെ ഇവിടെ കിടന്ന് അറിയിക്കാനാണോ നിന്റെ ആശ? ഇങ്ങനെ ഇടന്ന് മരിക്കാനാണ് വിധിയെങ്കിൽ അത് തടയാൻ ആർക്കും പറ്റില്ലല്ലോ. നീ ഞങ്ങളെ വേദനിപ്പിക്കരുത്, അത് നിനക്ക് ദോഷ. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ ഇവിടുത്തെ നിലയോർത്ത് പറഞ്ഞതാണ്. ഉമ്മോ, ഈ വീട് ഞാൻ ആശിച്ചതല്ല, പക്ഷേ ഇവിടെ കാലുകുത്താനാണ് എനിക്ക് യോഗം ഉണ്ടായത്. ഇനി ഈ വീട്ടിൽ നിന്ന് തന്നെ എന്റെ മയ്യത്തിറക്കി കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ മോള് ബാപ്പയോട് പകരം ചോദിക്കുക. ഒട്ടിക്ക് പോടൂ എന്ന് അത് തന്നെ ഒന്ന് കാണണം. എടോ, ഇത് കോടതിയിൽ നിന്ന് ഉത്തരവാ. കോടതി ഉത്തരവാണെന്ന് മനസ്സിലായി, പക്ഷെ ഈ വീട്ടുകാർ വരുന്നവരൊന്നും ക്ഷമിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ഒട്ടിക്കാൻ താൻ സമ്മതിക്കില്ല അല്ലേ? പോലീസ് നാളെ പോയിട്ടുണ്ടല്ലോ, അവര് വരട്ടെ. വരട്ടെ. എന്താ എന്താ ഇവിടെ? നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് പോയിരിക്കും. താൻ ആള് കൊള്ളാമല്ലോ കാക്ക. ഇത്രയും നേരം ഇവർ വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു. വന്നപ്പോ താനെന്താ ആളെ മക്കാരാക്ക? നിങ്ങൾ ഇയാൾക്ക് കൊടുക്കാനുള്ള പണം കിട്ടാതായപ്പോ ഇയാൾ കേസ് കൊടുത്തു. നിങ്ങൾ 3 മാസത്തിനും എന്റെ കടം തീർക്കാന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഈ വീട് ജപ്തി ചെയ്യാനുള്ള ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് കത്തി ഒരു പിടിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല സാറേ, ഞാൻ ഒരു 60കാരനല്ലേ. കടയിലേക്ക് പോകുന്ന വഴി ഇവരെ കണ്ടു, ഇവിടെ നിന്നു. തനിക്ക് തരാനാണോ 4300 രൂപ? ഉച്ചരിച്ചോ നിൽക്കുന്നതിനാ, പോകരുതോ? ഇങ്ങനെയുള്ള സഹായങ്ങൾക്കൊക്കെയാ അയൽവക്കക്കാരുള്ളത്. മോക്ക് ഇനി ഒരു പേര് കണ്ടുപിടിക്കണം. ഉപ്പുപ്പാതൻ ഒരു പേരും കിടും. ഓ, ഞാൻ എന്ത് പേരിടാനാ? എനിക്ക് പഴയ പേരുകളെ അറിയാവൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പേരുകളൊന്നും ഇഷ്ടപ്പെടില്ല. പണ്ട് പട്ടിക്കും പൂച്ചയ്ക്കും ഇട്ടുന്ന പേരുകളല്ലേ ഇപ്പൊ മനുഷ്യർക്ക് ഇടുന്നത്. കുഞ്ഞിന്റെ പാപ്പായും ഉമ്മായും കൂടെ ഒരു നല്ല പേര് കണ്ടുപിടിച്ചാൽ കാണണം. മോളെ, കൊച്ചുമോളെ, കൊച്ചുമോളെ. ബാപ്പ പറഞ്ഞത് കേട്ടില്ലേ? പുതുപുത്തൻ നല്ലൊരു പേര് കണ്ടുപിടിച്ചു.
ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. മരിച്ചുപോയ നിന്റെ ഉമ്മയുടെ പേര്. വേണ്ട. അതെന്താ, നീ ഏതെങ്കിലും പേര് മനസ്സിൽ കരുതിയിട്ടുണ്ടോ? പറഞ്ഞാലിടോ? പിന്നെന്താ? വാക്ക് മാറരുത്. നിന്നാണ് ഞാൻ വാക്ക് മാറില്ല. ഉമ്മ കുൽസൂന്ന്. എന്നെ കളിയാക്കുകയാണോ അല്ലേ? അല്ല, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഉമ്മ കുൽസുവിനെ ഞാൻ കണ്ടിട്ടില്ല. കുളി മാറിയെന്ന് മനസ്സിലാക്കിയ ദിവസം ഞാൻ തീരുമാനിച്ചതാ, പെൺകുഞ്ഞാണെങ്കിൽ ഉമ്മ കുൽസുന്ന് പേരിടണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത്? എനിക്ക് ദുനിയാവിൽ ആരാ റബ്ബേ കത്തയക്കാൻ? നീ പൊട്ടിക്ക്, ഞാൻ വായിക്കാം. പൊന്നുമോൾ വായിച്ചറിയുവാൻ ഉമ്മ എഴുതുന്നത് എന്തെന്നാൽ, നിനക്കും കമറുദ്ദീനും സുഖമെന്ന് വിശ്വസിക്കുന്നു. അവിടെ നിന്നും പോന്നതിന് ശേഷം ബാപ്പയ്ക്ക് പിന്നെയും സുഖമില്ലാതായി. കുറച്ചു ദിവസം കിടപ്പിലായിരുന്നു. ഇപ്പൊ കുറവുണ്ട്. കടയിൽ പോയി തുടങ്ങി. പിന്നെ റസാഖിന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞ്. ആരായി റസാഖ്? നിങ്ങളുടെ അയൽക്കാരൻ. നിന്റെ പേരാണ് കുഞ്ഞിനിട്ടിരിക്കുന്നത്. അയാളെന്താ കുഞ്ഞിന് നിന്റെ പേരിടാൻ? ഈ ദുനിയാവില് എനിക്ക് മാത്രമേ ഉമ്മ കുൽസൂന്ന് പേരുള്ളൂ. ആ, അത് നേരാ. ആ, ഇവിടെ വിശേഷമൊന്നുമില്ല. അവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. പിന്നെ പുന്നാര മോൾക്ക് ഒരു ഉമ്മ എന്നുമ്മ. ആ, നീ പാട്. അയ്യോ വേണ്ട. നോക്കുമോ, ഈ കാസറ്റുകളാണ് എന്റെ ലോകം. മറ്റാരുടെ പാട്ട് കേൾക്കുന്നതിനേക്കാൾ നിന്റെ പാട്ട് കേൾക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പാട്, എന്നിട്ട് റെക്കോർഡ്. അടക്കോതുക്കുള്ള പെണ്ണുങ്ങളാരും തറവാട്ടിലെ പാട്ടും കുത്തായി കഴിയില്ല. പാട്ട് പാടുന്നത് തറവാട്ടുകാർക്ക് അപമാനമാണോ പാപ്പ? എന്താ സംശയം? അവമാനം തന്നെ. ഇത്ര തരംതാഴ്ന്നാണ് ഈ വർഗമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നില്ല. ഗതികേടിന് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. ഇനി അനുഭവിക്കാൻ നിവൃത്തിയുള്ളൂ. ഗതികേടെന്ന് കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നു. ആർക്കാണ് പാപ്പ ഗതികേട്? തറവാട്ടുകാരനായ അലിയാർ കുഞ്ഞിന്റെ മരുമകളായിട്ട് ജീവിക്കാൻ വന്ന ഇവളുടെ ജീവിതം ഒരു വേലക്കാരിയേക്കാൾ കഷ്ടമാണ്. കുറെ നാളായിട്ട് ഞാനിത് കാണുന്നു, സഹിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ അത് തെളിച്ചു പറ. ഞാൻ അവിടെ മൊഴി ചൊല്ലിയേക്കാം. അവൾ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചോട്ടെ. ഇപ്പൊ നീ പറഞ്ഞതാണ് അതിന്റെ പേര്. ഇവിടെ മൊഴി ചൊല്ലി നീ മറ്റൊരു കല്യാണം കഴിക്കണം. എന്നെ കൊണ്ട് ഇനിയും ഒരു കല്യാണം കൂടി കഴിപ്പിക്കാനോ? എന്തിനാ? ഈ തറവാട്ടിലെ കുഞ്ഞിക്കാല് കാണാൻ. ഞാൻ സമ്പാദിച്ച സ്വത്തെല്ലാം കണ്ണെ കണ്ട പട്ടികൾക്ക് തിന്നാൻ എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ. താഹിറയില്ലേ? അവൾക്ക് കുട്ടികളില്ലേ? അവളുടെ കുട്ടികൾ ഏത് തറവാട്ടിൽപ്പെട്ടവരാ? നിനക്കൊരു കുഞ്ഞുണ്ടായാലേ ഈ തറവാട് നിലനിൽക്കും. ഞാൻ രണ്ടാം കെട്ട് കെട്ടിയിട്ട് അവളും പ്രസവിച്ചില്ലെങ്കിലോ? മൂന്നാമതും കെട്ടണം അല്ലേ? ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്ത ഉമ്മൂന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? ആ, നമുക്കൊരു ഡോക്ടറെ കാണാം. കല്യാണത്തിന് മുമ്പല്ലായിരുന്നു അത് വേണ്ടിയിരുന്നത്. ഉമ്മു പ്രസവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ മൊഴി ചെല്ലില്ല. അപ്പോ നേരത്തെ മൊഴിയല്ല നിക്കാ പറഞ്ഞത് ബാപ്പെ കളിയാക്കിയതാണല്ലേ? കുറച്ച് ദിവസങ്ങളായി നീ പോകുന്ന വഴി ശരിയല്ല. എന്നെ ധിക്കരിച്ചാൽ ഞാനൊന്നും പറയുന്നില്ല. ഈ കലഹത്തിനൊക്കെ കാരണം ഈ രണ്ടും കെട്ടവളാ. നശൂലം പിടിച്ച ശൈത്താൻ. എന്നെ അങ്ങനെ വിളിക്കരുത്. എന്താടി വിളിച്ചാൽ ആ വാക്കുകളൊക്കെ എന്റെ നാവിലും വരും. എന്തു പറഞ്ഞേ? നീ എന്നെ രണ്ടും കെട്ടവളെന്ന് വിളിക്കുന്നോ? ശൈത്താനെന്ന് വിളിക്കുന്നോ? അതോ താഹിറുടെ പോക്കുണ്ടല്ലോ, അതെങ്ങോട്ടാണെന്ന് റബ്ബിനെ അറിയൂ. അവളിങ്ങനെ കയറൂരി വിട്ടാ പറ്റൂല. നിങ്ങൾ അവളെ ഒന്ന് വിളിച്ചു ഉപദേശിക്കൂ. അതിന് മാത്രം അവൾ എന്ത് തെറ്റി എന്നാ നീ പറയുന്നത്? ഒരു കുടുംബമാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനും ഉമ്മ ഈ വീട്ടിൽ നിന്ന് പോവാണ്. എങ്ങോട്ട്? നിശ്ചയമില്ല. മോർണിംഗ് ഖമറു. എന്തിനാണ് തടയുന്നത്? പോകാനാണ് ഇഷ്ടമെങ്കിൽ പോകട്ടെ. എത്ര നാളത്തേക്കാണ് ഈ പോക്കെന്ന് എനിക്കൊന്നറിയണം. മോനെ, നീ പോവരുത്. ഇല്ല ഉമ്മ. ഉമ്മു പാവപ്പെട്ടവളാണ്.
ചായക്കടക്കാരന്റെ മകളാണ്. അന്തസ്വാഭിജാത്യം ഇല്ലാത്ത കുടുംബത്തിൽ പിറന്നവളാണ്. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത തറവാട്ടിൽ നിന്ന് എനിക്കൊരു പെണ്ണിനെ കിട്ടാൻ നിങ്ങൾ കുറെ ശ്രമിച്ചതല്ലേ? എന്നിട്ട് എന്തുണ്ടായി? എല്ലാ സുഖങ്ങളും തേച്ച് എനിക്ക് വേണ്ടി രാപകൽ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും വേണ്ടി വന്നെത്തിയവളാണ് ഉമ്മു. ഇവളെ ഞാൻ മൊഴിയില്ലാത്തടത്തോളം കാലം ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. ഉമ്മ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ പോട്ടെ ഉമ്മ. വാ. ഞാൻ പോകുന്നമ്മായി. ബാപ്പാടെ വാക്ക് കേൾക്കാൻ തയ്യാറില്ലാത്തവര് ബാപ്പാടെ പെട്ടിയും കൊണ്ട് പോണേ എന്തിന്? കല്യാണ സാർ സന്തോഷമായില്ലടി. ഇതാണ് ഞങ്ങളുടെ വീട്. വരൂ. ഉമ്മ, 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 ഇരിക്കൂ. ഉമ്മ, ഘോജരാജാവായ തമ്പുരാനെ, ധാരായി വന്നേക്കുന്നത്. ഉമ്മ, മോളെ ആരിഫ, ദേ ഒന്നിഞ്ഞു വന്നേ. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ കെനാ കണ്ടു. ഇപ്പൊ ദേ നേരെ കാണാനും കഴിഞ്ഞു. പടച്ചോന്റെ ഒരു ഹിക്കുമത്തേ. ആരിഫ, ദേ നോക്ക് ആരാ വന്നിരിക്കുന്നെന്ന്. വാ മോളെ. എന്നെ അറിയോ? കണ്ടപ്പോ തന്നെ മനസ്സിലായി. റസാക്കയുടെ ഭാര്യയല്ലേ? ആ, പേര് ആരിഫാന്ന്. മോളെ, ഇവളാണോ ഉമ്മു കുൽസു? ഞാനിവളെ കുഞ്ഞുമൂന്നേ വിളിക്കൂ. അസ്സലാം അലൈക്കും. വഅലൈക്കും സലാം. നിങ്ങൾ ഓട്ടോറിക്ഷ വരുന്ന വഴി വെച്ച് കണ്ടെന്ന് റസാക്ക് പറഞ്ഞു. ആ, അയൽവാസിയാ. ആ. അപ്പൊ നിങ്ങൾ സംസാരിക്കാം, ഞാൻ ഇപ്പൊ വരാം. വാ ഇരിക്കും. എന്നും ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കുമായിരുന്നു. കാണണമെന്ന് ആശിക്കും. എന്നാണ് പടച്ചൻ എനിക്കതിന് വിധിയാക്കിയത്. ബാപ്പാ, എന്താ മോളെ? പുതിയാപ്പിള എന്താ ഇവിടെ വരാത്തെന്ന് നാട്ടുകാരൊക്കെ ചോദിക്കുന്നു. ആ, ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി 2-3 ആഴ്ച കഴിഞ്ഞ് പോയാ മതി. എപ്പോഴും വരാൻ പറ്റില്ലല്ലോ. കേട്ടേക്കാ, കമറുദ്ദീൻ 2-3 ആഴ്ച കഴിഞ്ഞേ പോകൂ. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അവിടെ പുതിയാപ്പിളയും പുതുപ്പെണ്ണും വന്നിരിക്കല്ലേ? കുറച്ച് ഇറച്ചിക്കറി കൊണ്ട് കൊടുക്കാം. എടുത്തു. അങ്ങനെ
ഇക്കയുടെ കൂടെ എനിക്കും പോരേണ്ടി വന്നു. ഏതായാലും റബ്ബ് കാത്തു. ചോറായില്ലേ അലീമ? ഈ മീനൊന്ന് പിടിച്ചോട്ടെ, ഇപ്പൊ തരാം. പിന്നെ കേട്ടോ വർത്തമാനം? ഉമ്മും കെട്ടിയനും വഴക്കിട്ടാത്രേ പോന്നിരിക്കുന്ന. അവരിനി അങ്ങോട്ട് പോകുന്നില്ല എന്ന്. ഏതായാലും നന്നായി, നമുക്ക് 8-10 അവർ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാ വന്നിരിക്കുന്നത്. അവർക്ക് മാറ്റാനെന്തെങ്കിലും വാങ്ങണം. നോക്കട്ടെ. അമ്മായി തന്നേച്ചതാ, പൊരിച്ചിറച്ചിയ. വിരുന്നുകാരുള്ളതല്ലേ എന്റെ ഉമ്മ. ആ ഓളുതാ. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ്. അല്ല, ഇത് വിൽക്കാൻ പോവേണ? കച്ചവടം ഇല്ലാത്ത പീടികയിൽ എന്തിനാ ഫ്രിഡ്ജ്? എനിക്കാണെ കുറച്ച് പണത്തിനും ആവശ്യമുണ്ട്. ഇന്ന് ഫ്രിഡ്ജ് വിറ്റാല് നാളെ അലമാരി വെക്കും, പിന്നെ ഡെസ്ക്, പിന്നെ ബെഞ്ച്, അങ്ങനെ വിറ്റ് 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 ഒടുക്ക ഇക്ക എന്നെയും വെക്കും. എന്താണ് നോക്കണത്? ഞാൻ പറഞ്ഞ നേരല്ലേ? ഇനി കച്ചവടം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ സൂക്ഷിക്കേണ്ടു. പണം ഇല്ലാതെ എങ്ങനെയാ കച്ചവടം ചെയ്യുക? കച്ചവടം എന്തേ ഇല്ലാണ്ടായി? കടയിൽ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട്. സാധനം വിറ്റ് കാശല്ല ഉണ്ടാക്കിയത്. ഇത്രയും കനമുള്ള ഒരു പറ്റുവര പുസ്തകം ഒലക്കര മൂടി. കടം കൊടുക്കാണ്ട് കച്ചവടം നടക്കുവോ? നടക്കും. ഇക്കാരെ കൊണ്ട് പറ്റൂല. വേണമെങ്കിൽ കോയ നടത്തി കാണിക്കാരാ. അസ്സലാമു അലൈക്കും. വാ അലൈക്കും അസ്ലാം. ഞാൻ അമീദിനെ വീട്ടിൽ അന്വേഷിച്ചു. ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. എന്താ വിശേഷിച്ച്? ഒരു കാര്യം പറയണ്ട വന്നാട്ട്. ഇങ്ങോട്ട് വാ. എന്താണ് ഇവിടെ നിക്കണത്? ഇപ്പൊ ഇതൊന്നും വിൽക്കണില്ലല്ല. നാളെ പോലെ ഞമ്മളിവിടെ കച്ചവടം തുടങ്ങാൻ പോവാണ്. വിൽക്കണില്ലേ? വേണ്ട, എന്റെ കാശ് എന്റെ പോക്കറ്റ് കിടക്കൂലോ. സാധനം വിടയും കിടക്കും. താൻ തന്റെ പാട്ടിന് പോടോ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മരുമോനെ ഒരു നിലയിലും ഹമീദ് വേദനിപ്പിക്കരുത്. ഗതി കെട്ടാണോ വന്നിരിക്കണത്. പിന്നെ ചെലവിനൊക്കെ കുറെ ഞെരുക്കങ്ങൾ കണ്ടിരിക്കും. ഹമീദ് ഒന്ന് ഉറപ്പിച്ചോ, നിങ്ങളുടെ പുരയിൽ തീപ്പുക പൊങ്ങിയിട്ടേ എന്റെ പുരയിൽ അടുപ്പ് പുകയും. ഇതിരിക്കട്ടെ. വേണ്ട മുസ്തഫ, വീടിന്റെ കടം തീർക്കാൻ നിങ്ങൾ സഹായിച്ച 4000 രൂപ തന്നെ തിരിച്ചു തരാൻ എന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല. ഇനിയും ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്ന നമ്മൾ തമ്മിൽ എന്തിനാ വിളിച്ചു കളി? നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ലേ? എടോ ഭ്രാന്ത, താനെന്തിനാ ഇപ്പൊ കരയുന്നത്? അയലോക്കാരായാൽ ഇതൊക്കെ പതിവാ. പണ്ട് ഇവിടെ വെച്ച് തന്നെയാണ് ഞാൻ തന്നെ ഇറച്ചി വെട്ടുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടത്. തേങ്ങാക്കൊല ഒന്ന് കളയടോ. ആലാക്കിന്റെ അവലും കഞ്ഞിയും. എന്ത് വാങ്ങാനേക്കാ? കമറുദ്ദീനും ഉമ്മൂനും കുറച്ച് തുണി വാങ്ങാനാ. വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആരിഫ പറഞ്ഞു അവർക്ക് വേറെ ഡ്രസ്സുകളൊന്നുമില്ലെന്ന്. മുസ്തഫ കുറച്ച് പണം തന്നല്ലോ. പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. മാമയ്ക്കറിയൂ കമറുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? എനിക്കൊന്നും അറിയണ്ട. ഇവിടെ നരകമാണെന്നും പറഞ്ഞ് എന്നെ ധിക്കരിച്ചുകൊണ്ട് സ്വർഗം തേടി പോയാനാണ് അവൻ. എത്ര നാളായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. അവനെ പോയി ഒന്ന് വിളിച്ചോണ്ട് വരാൻ. മോനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെങ്കിലേ പോയിക്കോ ആ ചായക്കടക്കാരന്റെ വീട്ടില്. എല്ലാവരും കൂടി സുഖമായിട്ട് അവിടെ താമസിച്ചു. മാമയ്ക്ക് ഇത്രയും പിടിവാശി പാടില്ല. ആണുങ്ങൾ കെട്ടിയുള്ള വീട്ടിൽ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ച് കഴിയുന്നത് അന്തസ്സുള്ളവർക്ക് യോജിച്ചല്ല. അതുകൊണ്ടായിരിക്കും ഇക്ക ഇവിടെ താമസിക്കാത്തത്. എന്താ സംശയം? കമറുദ്ദീൻ ആദ്യമായി ഇവിടെയൊക്കെ വന്നതല്ലേ. നാളത്തെ അത്താഴം എന്റെ വീട്ടിലാകാം. എന്താ? റസാക്കെ, നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. പക്ഷേ എനിക്ക് തനിച്ച് ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ലെന്നറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങും പോകാറില്ല. മറ്റാരെയും ഞാൻ ക്ഷണിക്കുന്നില്ല. നമ്മൾ 2 വീട്ടുകാർ മാത്രം. ശരി. അളയൻ ഇറങ്ങി പോകുന്നതിൽ ഉമ്മാക്ക് വലിയ വിഷമമുണ്ട്. അളയന്റെ കാര്യം പറഞ്ഞ് ഉമ്മ ഒരുപാട് കരഞ്ഞു.
അളിയനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഉമ്മ 2000 രൂപ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതാ. ഇതും നടന്തറയിലെ അലിയാർ കുഞ്ഞിന്റെ പണമല്ലേ? എനിക്ക് വേണ്ട. പൊരിച്ചിറച്ചി ഉമ്മൂന് വളരെ ഇഷ്ടാന്ന് റസാക്കിക്ക പറഞ്ഞു. ഏയ് മോള് കരയില്ലേ? കുഞ്ഞിനെ ഇതാ, അവൾക്ക് ഉറക്കം വരുന്നുണ്ടാവും. ഉമ്മ കമറുവിന് ഭക്ഷണം കൊടുക്ക. മോളെ, റസാക്കിരിക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. കരയാതെ മോളെ. ഉമ്മ, അവര് ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, ഉമ്മ തലചുറ്റി വീണു. നാലഞ്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാമെന്ന് നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മൾ എങ്ങോട്ടാ ഇപ്പൊ പോകുന്നത്? അത് തീരുമാനിച്ചിട്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കമറുദേ, ഉമ്മൂന് എങ്ങനെയുണ്ട്? എന്താ കമറുവിന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല. ഒന്നുമില്ലേ? അത് വെറുതെ. കാര്യം പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? റസാക്കേ, ഇത്തിരി മനസമാധാനം തേടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് തകർക്കാൻ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്. കമറു, ഞാനും ചോദിച്ചോട്ടെ, ഉമ്മുക്കുൽഫു എന്റെ വീട്ടിൽ വെച്ച് പാടിയ പാട്ട് ഇന്നലെ നിങ്ങൾക്ക് ഇങ്ങനെ പാടാൻ സാധിച്ചു? ആ പാട്ടിനിടയ്ക്ക് അവൾ തലകറങ്ങി വീണു. അതിന്റെ പൊരുൾ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ കടിഞ്ഞൂൽ കുഞ്ഞിന് എന്റെ ഭാര്യയുടെ പേരിട്ടതിന്റെ അർത്ഥം എനിക്കിപ്പോഴാ മനസ്സിലായത്. പേരാരുടെയും സ്വന്തമല്ല എന്നായിരിക്കും പറയാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങളെ വിരുന്നിന് ക്ഷണിച്ചത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പൊരിച്ചു കൊടുക്കാനായിരുന്നു അല്ലേ? കമറു, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ. മിസ്റ്റർ, എന്റെ ഈ കൈകൾക്ക് മാത്രമേ സ്വാധീനക്കുറവുള്ളൂ. കണ്ണിനും തലച്ചോറിനും ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ മഠയനാക്കാൻ ശ്രമിക്കരുത്. കമറു, വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. നിങ്ങളെ കാണുന്നത് പോലെ എനിക്കിഷ്ടമല്ല. ഞാൻ പോകാൻ. റസാക്കിനോട് അവൻ അങ്ങനെ പറഞ്ഞോ? എങ്കിൽ അവനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഒരു നിലയ്ക്ക് അമീദിക്ക് കമറുവിന്റെ നേരെ വെറുപ്പ് കാണിക്കരുത്. അതിന്റെ ദോഷം ഉമ്മുവിനായിരിക്കും. ഞാൻ കാരണം അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണില്ല. ഇത് ഞാനാണ് പറയുന്നത്. മറ്റാര് വഴക്കായാലും എനിക്ക് പുല്ലാണ്. നീ നിന്റെ കുടുംബക്കാരൻ പിണങ്ങിയാല് എനിക്കത് സഹിക്കില്ല മോനെ. അതെനിക്കറിയായിക്ക. കമറുദ്ദീന്റെ മുഖത്ത് നോക്കി ഒരു കറുത്ത വാക്ക് പോലും പറയാൻ പാടില്ലെന്നാ റസാക്ക് പറഞ്ഞിരിക്കുന്നേ. അല്ലെങ്കിൽ തന്നെ അവനെ പിണക്കി പറഞ്ഞയച്ചിട്ട് മോളെ ഒറ്റത്തിരിയാക്കി നിർത്തിയേ. അത് ഓർത്തിട്ടാണ് ഞാനും ഒന്നും പറയാത്തത്. മുരിങ്ങാത്തോട് ഇവിടെ മുരിങ്ങൊന്നും കാണാനില്ല, കൈത മാത്രമേ ഉള്ളൂ. അതെ പോലെ ഒരു കാര്യം തിരക്കായിട്ട് പോവുക. ഇവനെ ആരണ്ടവൻ ഉമ്മുമാക്ക് വൈകുളിയെ പിടിക്കാൻ പോയിരിക്കും. ഹലോ, ഒന്ന് തന്നെ ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മുടെ ഈ മുരിങ്ങാത്തോട്ടങ്ങൾ ദാമോദരൻ മകൻ രാമൻകുട്ടിയുടെ വീട് ഏതാണ്? ഇത് തന്നെ. ഇതാ ആര്യൻകുട്ടി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എപ്പ പോയി? ചെല്ലേ. അല്ലോ
അയ്യോ കോയ, അയ്യോ നിങ്ങൾക്ക് എന്ത് പറ്റി? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ലതേ, ഇപ്പൊ പറ്റും. ഹലോ എന്നെ അവിടെ പിടിക്കല, അവിടെ വിടാം. നീ കോയയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാന്ന് വിചാരിച്ചല്ലേ? നീയല്ല നിന്റെ ഉപ്പാപ്പ വിചാരിച്ചാൽ നടക്കൂല കേട്ടോ. നിന്നെ കാശ് മേടിച്ചിട്ടല്ലാണ്ട് നമ്മൾ നിന്നെ ഒറ്റ അടി ഞാൻ ഇവിടെ വെക്കാം. കോയ, നീ എന്നെ നാണം കെടുത്തടാ. എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട്. അവളെങ്ങാനും അറിഞ്ഞാൽ? അറിയട്ടടാ, അറിയട്ടെ, അങ്ങനെ അറിയട്ടെ. നിന്റെ ഭാര്യ മാത്രമല്ല, ഈ നാട്ടുകാര് മുഴുവൻ അറിയട്ടെ. ഓശാരം ഞണ്ണി തിന്നുമ്പോണ്ടല്ല ആലോചിക്കണമായിരുന്നു. എടാ, അമീർഖാന്റെ കടയിൽ നീ പരിപ്പടയും ദോശയും പൊറോട്ടയൊക്കെ എന്തോ ഞണ്ണി തിന്നേക്കാടാ. എടാ, ഭാര്യക്കാന്ന് പറഞ്ഞ് പൊതിക്കെട്ട് കൊണ്ടുവരാല്ലേ? പൊതിക്കെട്ട് നീ എന്റെ പൊന്നു കോയ, എനിക്ക് കുറച്ചുകൂടെ അവധിതാ. ഞാൻ എങ്ങനെയെങ്കിലും പണം എത്തിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ നിന്നെ വിടുകയാണ്. പക്ഷേ ഇപ്പൊ ഞാൻ നിന്നെ വിടണില്ല. നീ എന്റെ കാശ് രണ്ട് ഇവിടെ നിന്നെങ്ങാനും ഒരു അടി വെച്ച് ഏത് കാശിന്റെ കാര്യം നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങളുടെ കെട്ടിയൻ ചായ കുടിച്ചെന്റെ കാശാണ്. ചോദിച്ചു നോക്ക്. ഇയാൾ പറയുന്നത് നേരാണോ? അല്ല, മോരാണ്. നാശം, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാ. നിങ്ങൾക്ക് എത്ര രൂപയായാലും തരാനുള്ളത്? കാശ് ഇതേ കിടക്കണേ, പുസ്തകത്തിൽ എന്നെ മുഴുവൻ. എന്താ അങ്ങനെ എടുക്ക്, ഞാൻ കാണിച്ചു തരാം. ഇഞ്ഞുണ്ടാ? ഹലോ, 277 രൂപ 35 നയാ പൈസോളം ഉണ്ട്. ഇത് 300ഓളം ഉണ്ടല്ലോ. ബാക്കി 22 രൂപയുണ്ട്. അത് തീരുന്നത് വരെ കൃത്യമായിട്ട് വന്ന് പറ്റിക്കൊള്ളണം കേട്ടാ. അത് തീരുമ്പോ അപ്പൊ നിർത്തും ഞാൻ. അപ്പൊ നമ്മൾ പോകും. ഒന്ന് പോകട്ടെ, ഒന്ന് മാറിക്കുന്നു, ഒന്ന് പോട്ടെ. എന്ത് കൊള്ളാല്ലത്. ആശിച്ച് മോഹിച്ചൊരു പട്ടുസാരി വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശാ. കാലം മോഡൻ. നിന്റെ കെട്ടിയോ നിന്നെ സംശയിക്കുന്നെങ്കിൽ ഞാൻ എന്റെ കെട്ടിയോനെ സംശയിക്കണ്ടേ? റസാക്കിക്കാനെ എനിക്ക് വിശ്വാസമാണ്, നിന്നെയും. എന്നാലും ആണുങ്ങളുടെ സംശയത്തിന്റെ ഒരു പോക്ക്. ഞാൻ നിർബന്ധിച്ചിട്ടാ ഞങ്ങളുടെ കുഞ്ഞിന് ഉമ്മൂന്റെ പേരിട്ടത്. നിനക്കിഷ്ടപ്പെട്ട പൊരിച്ചിറച്ചു കൊണ്ടുവച്ചതും റസാക്കിക്ക് അറിഞ്ഞതല്ല. ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയാവുന്നല്ലേ ഉള്ളൂ. അങ്ങേരെടുത്തെന്ന് പറഞ്ഞാ തലയിൽ കയറണ്ടേ? കേറില്ല. ആണുങ്ങൾ അങ്ങനെയാ, സംശയിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു അന്തവും കാണില്ല. ഏതായാലും അവരെങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ വഴക്കൊന്നും പാടില്ല. നമ്മൾ തമ്മിൽ വഴക്കെന്തിന്? അല്ല, ചിലരുണ്ട് ആണുങ്ങൾ തമ്മിൽ വഴക്കായാൽ പിന്നെ പെണ്ണുങ്ങൾ തമ്മിൽ മിണ്ടില്ല. നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ. കണ്ടു തുടങ്ങിയപ്പോ വിട്ടുപിരിയാൻ പറ്റാത്ത നിലയിലായി. നേരെ ഒരുപാടായി. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഞാൻ പറഞ്ഞതൊന്നും നിന്റെ എക്കോട് പറയണ്ട കേട്ടോ. ഏയ്, ഞാനൊന്നും പറയുന്നില്ല. നാലു മാസം ഗർഭമായിരുന്നു ഡോക്ടർ. അതെ,
ആരിഫയ്ക്ക് തീരെ സുഖമില്ലെന്ന് ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇതിനു മുമ്പ് എന്റെ അനുവാദം വാങ്ങിയിട്ടാണോ നീ അവിടെ പോയിട്ടുള്ളത്? അന്ന് നിങ്ങൾക്ക് വിഷമമില്ലായിരുന്നു. ഇന്ന് ഇഷ്ടമില്ലാതിരിക്കുന്നതുകൊണ്ട് ചോദിക്കുക. ഇഷ്ടമല്ലെന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനു ചോദിച്ചു? ആണുങ്ങൾ അങ്ങനെയാ, സംശയിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു അന്തവും കാണില്ല. ഏതായാലും അവരെങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ ഒരു വഴക്കും പാടില്ല. ആരിഫയ്ക്ക് രക്തം പോക്ക് കൂടുതലാ. ആശുപത്രിയിൽ കൊണ്ടുചെല്ലാൻ ഡോക്ടർ പറഞ്ഞു. നീ ഒന്ന് ചെന്ന് കണ്ടുകളാ. നീ പോകുന്നില്ലേ? ആ കുഞ്ഞാണെങ്കി വാ കൂട്ടുന്നില്ല. നീ ചെന്നെടുത്താ ചിലപ്പോ കരച്ചിൽ നിന്നേക്കും. മോളെ ചെല്ല്. ഞാൻ പോണില്ലമ്മ. ആരിഫ് നിന്നെ 3-4 വട്ടം ചോദിച്ചു. സുഖമില്ലാതെ പോകുന്നതല്ലേ? ആശുപത്രിയിൽ നിന്ന് വരുന്നത് ഏത് നിലയിലാണെന്ന് റബ്ബിനെ അറിയൂ. മോളെ നീ ചെന്ന് കണ്ടിട്ട് വാ. ഞാൻ പോണില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒരു മനുഷ്യത്തെയാണോടി? നെഞ്ചെളിവില്ലാത്ത ചെകുത്താൻ. നിന്റെ സ്ഥാനത്ത് ആ പെണ്ണായിരുന്നെങ്കിൽ എത്ര വട്ടം ഓടി വരെ കഴിഞ്ഞാനെ. എന്നെ കൊന്നാളമ്മ, കൊന്നാള. ആ പെണ്ണിന്റെ ഹാലോർത്തുണ്ടായ വേദന കൊണ്ട് പറഞ്ഞു പോയതാ മോളെ. പോകാൻ എനിക്ക് ആശയില്ലെന്നിട്ടല്ലുമ്മ. ഉമ്മയ്ക്ക് മനസ്സിലായി മോളെ. പുതിയാപ്പിള ഉറങ്ങാണ്. മോള് പോയിട്ട് വാ. എങ്ങാനും അറിഞ്ഞാൽ? അറിയില്ല, വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം. മോള് പോയിട്ട് വാ. മോളെ വേഗം വരണേ. ഉമ്മു, കമറുവിനോട് ചോദിച്ചിട്ടാണോ നീ പോകുന്നത്? അല്ല. മേലാൽ അങ്ങനെ ചെയ്യരുത്. വാപ്പ മരിച്ചാലും കെട്ടുവിന്റെ അനുഭവം കൂടാതെ പോകാൻ പാടില്ലെന്നാ നമ്മുടെ വിധി. വേമ്പോ ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ട് നീ പോയി അല്ലേ? ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആരിഫെ ഒന്ന് കാണാൻ. അതോ റസാഖിനെ കാണാനോ? പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ എന്ത് കരുതിയാലും തരക്കേടില്ല. ഉമ്മോ, നീ എന്നെ ധിക്കരിക്കാണല്ലേ? സുഖമില്ലാതെ കിടക്കുന്ന പെണ്ണിനെ ഒന്ന് കാണാൻ പോയതാണോ ധിക്കാരം? ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും അവള് പോയി. പോകണ്ടെന്ന് പറയാൻ കാരണം? റസാഖിന്റെ ഉമ്മുന്റെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രം നീ എന്ത് കണ്ടെന്നാണ്? കണ്ടതല്ല എന്നെ ഇനി പറയണമെന്നുണ്ടോ? പറയണം. ഭാര്യ ഭർത്താക്കന്മാർ ഒത്തൊരുമയോടെ ജീവിക്കണമെങ്കിൽ സംശയങ്ങൾ പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ ആ ജീവിതം നരകമായിരിക്കും. നീ റസാഖോട് ചോദിച്ചില്ലേ
അയാളെ കുഞ്ഞിന് എന്തുകൊണ്ട് ഉമ്മുവിന്റെ പേരിട്ടെന്ന്? അത് അയാളുടെ ഇഷ്ടമല്ലേ? അതിന് നിന്റെ ഭാര്യ എങ്ങനെ കുറ്റക്കാരിയാകും? ഇവക്ക് ഇഷ്ടപ്പെട്ട ആട്ടിറച്ചി കൊടുക്കാനാണ് വിരുന്ന് വെച്ചത് നീ ആക്ഷേപിച്ചില്ലേ? ഇവൾ ആവശ്യപ്പെട്ടിട്ടാണോ അങ്ങനെ ഒരു വിരുന്ന് വെച്ചത്? പിന്നെ ഇവള് പാടിയ പാട്ട് റസാക്ക് എങ്ങനെ പാടിയെന്നാണ്. ശരിയാണ്, ആരായാലും സംശയിച്ചു പോകും. ഇവര് തമ്മില് സ്നേഹത്തിലായിരുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതുമാണ്. പക്ഷെ ഞാൻ എന്റെ മോള് വലിയൊരു തറവാട്ടില് വലിയൊരു പണക്കാരന്റെ ഭാര്യയായി വാഴണമെന്ന് ഞാൻ ആശിച്ചുപോയി. മോനെ, നീ ഒന്ന് മനസ്സിലാക്കണം. അന്ന് നീയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരുന്ന ഇവളെ വേണ്ട ബാപ്പ, എന്നെ ഇതിന് നിർബന്ധിക്കരുത്. എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോൾ റസാക്കാണെന്ന്. അവനെ നീ മറക്കണം. എങ്കിലേ മറ്റൊരു പുരുഷനോടൊപ്പം നല്ല നിലയിൽ ജീവിക്കാൻ നിനക്ക് കഴിയൂ. ബാപ്പ, ഞാൻ എന്നോട് എതിരൊന്നും പറയണ്ട മോളെ. എന്റെ മോളൊരു അന്തസ്സുള്ള തറവാട്ടിലൊരു പണക്കാരന്റെ ഭാര്യയായി ജീവിക്കണമെന്ന് പാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് നീ ഒരു രാജകുമാരിയെ പോലെ കഴിയുന്നത് കണ്ട് ഈ നാട്ടിലുള്ളവർ അസൂയപ്പെടണം. ആ തറവാട്ടിലെ ബന്ധുവാണെന്നും പറഞ്ഞ് ബാപ്പാക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം വിലയിരിക്കണമെന്ന് പറ്റില്ല ബാപ്പ, പറ്റില്ല. പിന്നീട് ഒരു ദിവസം ആരുടെയും പ്രേരണ ഇല്ലാതെ തന്നെ സമ്മതിച്ചു. എന്തെല്ലാമോ മനക്കോട്ടകൾ കെട്ടി ആ വീട്ടിലേക്ക് കയറി വന്ന എന്റെ മോടെ അനുഭവം. മാമയുടെ ചീത്തവിളിയും നാത്തൂന്റെ ആട്ടും തുപ്പും എല്ലാം ഇട്ടെറിഞ്ഞു പോരാമായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു പോയി. ആരുടെയും പ്രേരണയില്ലാതെ തന്നെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് ബാപ്പ പറഞ്ഞല്ലോ. കാരണം എന്താണെന്ന് ബാപ്പയ്ക്ക് അറിയണോ? എന്തിനാ നിന്റെ പുറപ്പാട്? ഞാനുമായുള്ള വിവാഹം നടന്നില്ലെന്ന് വെച്ച് നീ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ പിന്നെ ഞാൻ ജീവനോട് കൂടി ഇരിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? നളന്തറയിലെ അലിയാരി കുഞ്ഞിന്റെ മരുമകളാൻ ഭാഗ്യമുള്ള നിന്നെ വെറും അറിവുകാരനായ ഞാൻ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. ഒന്നിച്ചുകൂടാൻ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നെല്ലാം നമ്മളെ പടച്ചവൻ അയച്ചു നിർത്തിയത് നിന്റെ പരിശുദ്ധിക്ക് വേണ്ടി മാത്രമായിരുന്നു. നീ എനിക്കുള്ളതല്ല എന്ന് അന്നേ അവൻ തീരുമാനിച്ചിട്ടുണ്ട്. കമറുദ്ദീനുമായിട്ടുള്ള ഈ ബന്ധം നിനക്കൊരിക്കലും ദോഷം വരുത്തില്ല. യാതൊരു കാരണവശാലും നീ ഇതിനെതിര് പറയരുത്. സുഖമില്ലാത്ത കമറുവിനെ ശുശ്രൂഷിക്കുന്നതിൽ നിനക്ക് വിഷമം കാണും. നളന്തറയിലെ അലിയാര് കുഞ്ഞിന്റെ പേരക്കിടാവാണ് നിന്റെ കുഞ്ഞെന്ന് പറയുന്നതിൽ നിനക്കുമില്ലേ ഒരു അന്തസ്? ആ അന്തസ് നിനക്ക് ആവശ്യമില്ലെങ്കിലും നിന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അന്തസ്സും സ്ഥാനമാനങ്ങളും ഓർത്തെങ്കിലും നീ ത്യാഗം ചെയ്തേ പറ്റൂ. എന്നെപ്പറ്റി ഇനി നീ ഓർക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഓർക്കാൻ ഇട വന്നാൽ അന്ന് എന്റെ മയ്യത്തായിരിക്കും. എന്നാൽ നീ ഇതിനെ സമ്മതിക്കണം. അങ്ങനെ നിങ്ങളെ നിക്കാഹ് ചെയ്യണമെന്ന് എന്നെ നിർബന്ധിച്ച റസാഖാനെയല്ലേ നിങ്ങൾ സംശയിച്ചത്? ഇത്രയും കാലം ഞാൻ അവിടെ താമസിച്ചിട്ടും ഒരു വാക്കിൽ നിന്നോ ഒരു ചലനത്തിൽ നിന്നോ റസാഖ എന്റെ മനസ്സിലുള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉമ്മയുടെ നശിച്ച ആ എഴുത്ത് അന്നവിടെ വന്നില്ലായിരുന്നെങ്കിൽ റസാഖ പാടിയ ആ പാട്ട് പോലും ഞാൻ അവിടെ പാടുകയില്ലായിരുന്നു. ഞാൻ റസാഖയും ചെറുപ്പത്തിലെ സ്നേഹമായിരുന്നു എന്നറിഞ്ഞ ആരിഫയുടെ നിർബന്ധമാണ് എനിക്കിഷ്ടമുള്ള ഇറച്ചി വയ്ക്കാനും കുഞ്ഞിന് എന്റെ പേരിടാനും കാരണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ആരിഫ മയ്യത്തായി. والقرآن الحكيم
كذاك الخير ولا أدري هم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إذا وجعلنا من بين أيديهم سدا ومن خلفهم سدا ومشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون അമ്പത്തിയഞ്ച് 4 59 10 69 2 10 പൈസ അതും വെച്ച് മിണ്ടണില്ല പോകുമ്പോ വേണ്ട. ഹലോ ഹലോ അച്ഛനെ അതെന്താണ് ആരെയാ പേപ്പർ അത് ഞമ്മളെ എന്തിനാണ് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഭയങ്കര ബുദ്ധിയാണല്ലോ പോകുമ്പോ അഡ്രസ് ഒന്ന് വരണം കേട്ടാ. പിന്നെ ചായന്റും പറഞ്ഞ പൈസ എന്റെ പറ്റിലെഴുതിക്കോ. പറ്റാ ഇതൊരു തരം പറ്റിക്കലാണല്ല. അത് വേണ്ട, കാശ് എന്നിട്ട് പോയാ മതി കേട്ടാ. ഞാനല്ല പറയണത്, കാശ് പിന്നെ തരാന്ന്. കോയ ബുക്കിൽ എഴുതിക്കോ. കോയ ഇങ്ങനെ ചെയ്തിച്ചാണ് നിങ്ങൾ എല്ലാവരും കൂടി ഈ കട മയ്യത്താക്കിയത്. ഇനി ബുക്കിൽ എഴുതുന്ന പരിപാടി നോ നഹി നിർത്തി. ഇപ്പൊ ഹമീദിക്കല്ല കോയേന് കട നടത്തണത്, മനസ്സിലായ? നിനക്കെങ്ങനെ മനസ്സിലാവാനാ? തന്റെ തലയിൽ വല്ലതും ഉണ്ടാ? ആകെ തലയെക്കെട്ട് മാത്രമല്ലേ ഉള്ളു. പൊന്ന് കോയല്ലേ. വെള്ളിക്കുടോണ്. കയ്യട് കയ്യട്. സോപ്പിടല്ലേ മതി. മാറ്റോ കൈ. തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. ഒന്നുമില്ലേ, നിനക്കൊരു പെണ്ണ് എത്തിച്ചേരണ്ടോന്നല്ലേ ഞാൻ. ചക്കരക്കുട്ട. അതേ സോപ്പിടണ്, പിന്നെ സോപ്പിടണ്. കാശിലി മുണ്ടും ഷർട്ടും അഴിച്ചു വെച്ചിട്ട് പോടോ. ഒലക്കര മൂട്. ഷർട്ടും മുണ്ടൂരിയൊക്കെ പിന്നെ ഞാനങ്ങനെ പുറത്തിറങ്ങി നടക്കും. കാലോണ്ട് വെറുതെ നാവിട്ട് ഇളക്കല്ല എന്റെ പരീതിക്ക. കൈ കാശിനില്ലേ ബല്ലേരെ ചായപ്പൊടി കയറി വെട്ടി വിരിങ്ങുമ്പോ ഓർക്കണേ. ഞാൻ കാശ് വെച്ചിട്ട് മുണ്ടഴിച്ചോടും. താൻ കാശ് എന്നിട്ട് പോയാ മതി. ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും. അത് തരാണ്ട് താൻ ഇവിടുന്ന് ഒരട്ടി വെക്കൂല. അള്ളാണെ വെക്കൂല, അതറിയാ. കോയ പറഞ്ഞതാ. ഇവിടെ നിന്ന് നാണം കെടാതെ ഷർട്ടും മുണ്ടും ഊരി കൊടുത്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. അല്ല, ഷർട്ടും മുണ്ടും കൂടെ ആവുമ്പോ വലിയ അടങ്ങാറാ. ഷർട്ട് മാത്രമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആക്കാം. ഷർട്ടും മുണ്ടും ആണല്ലോ ചോദിക്കുന്നത്. അല്ലോ, ഷർട്ട് മാത്രം പോരാ, നമുക്ക് മുണ്ടും കിട്ടണം. അയക്കട്ടെ മുണ്ട്. ഇക്ക വേണ്ട, ചിലപ്പോ അണ്ടർവെയർ ഉണ്ടാവില്ല. അത് ശരിയാണ്. കൊടങ്ങനെ ഒരു ഷർട്ട് ഊരോ. എടോ ഷർട്ട് അയക്കാൻ അയച്ചോടോ. ഷർട്ട് പറ അയക്കണം. മതി പോടോ. നീ താൻ പോകാം. അങ്ങനെ അത് പോകാം. താൻ തിരിഞ്ഞൊന്നും നോക്കണേ. താൻ പോ, തന്റെ പാട്ടിന് പോ. ചിരിക്കണ്ട. ഒക്കേത്തിനെ നമ്മള് പിടിക്കണുണ്ട്. എന്താ ഇത്ര ഗൗരവമായിട്ട്? എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു നിനക്കും നിന്റെ ബാപ്പയ്ക്കും. എന്റെ ഭാര്യയായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ജീവിതം മുഴുവൻ കരയാൻ വിധിക്കപ്പെട്ട നിന്നെ കാര്യമില്ലാതെ ഞാൻ സംശയിച്ചു. ഇപ്പോഴെങ്കിലും ആ സംശയം തീർന്നെങ്കിൽ ഞാൻ സംതൃപ്തിയാണ്. ഇതിനൊന്നും ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്തുകയില്ല. യാതൊരു കാരണവശാലും ആ വീട്ടിൽ കാലുകുത്താൻ പോലും അർഹതയില്ലാത്ത എന്നെ അവിടെ എത്തിക്കാനുള്ള എന്റെ ബാപ്പയുടെ അത്യാഗ്രഹമല്ലേ ഇതിനെല്ലാം കാരണം? നടക്കാവുന്നതേ മനുഷ്യൻ ആഗ്രഹിക്കാവൂ. ശരിയാണ് മോനി പറഞ്ഞത്, 100% ശരിയാണ്. വലിയൊരു തറവാട്ടിലെ അംഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായി 10 കാശിന് ഗതിയില്ലാത്ത, ഒരു ജോലിയും ചെയ്യാൻ കൽപ്പില്ലാത്ത, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ മാത്രം ജീവിക്കേണ്ടി വന്ന ഞാൻ സത്യത്തിൽ ഒരു വിവാഹത്തിന് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എന്റെ കുടുംബത്ത് പാത്രം കഴുകിക്കളയുന്ന ചോറുണ്ടല്ലോ, അത് വേണ്ട, എനിക്ക് മരണം വരെ ജീവിക്കാം. പക്ഷേ ഇന്ന് നിന്റെ ബാപ്പയുടെ ഉപ്പും ചോറും തിന്ന് ജീവിക്കേണ്ട ഗതികേടിലായിപ്പോയി.
ഇത്രയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിനി ജീവിച്ചിരിക്കണമെന്നൊരു ആഗ്രഹമില്ല അമ്മ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരുണ്ട്? ഈ മുഖം കണ്ടുകൊണ്ട് വേണം എനിക്ക് എന്റെ കണ്ണടയ്ക്കാൻ. ഇല്ല ഉമ്മ, നീ ചെയ്ത ത്യാഗങ്ങൾക്ക് നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുള്ള വഴികളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് ഇലാഹി? ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഉമ്മുവിന്റെ അടുത്ത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട്. അതിന് മാത്രം എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു? അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ പിന്നെ എന്താണെന്ന് പറ. ഉമ്മുവിന്റെ നല്ലൊരു ഭാവിയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഒരു സ്ത്രീ ജന്മം മുഴുവൻ ഒഴുക്കേണ്ട കണ്ണുനീര് ഈ ആയുസിനിടയ്ക്ക് തന്നെ അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിട്ടുണ്ട്. ഇനി എന്റെ കൂടെ ജീവിച്ചാൽ അത് തന്നെ നൽകാൻ എനിക്ക് കഴിയൂ. മറ്റാരെങ്കിലും കല്യാണം കഴിച്ച് അവൾ സുഖമായി ജീവിക്കണം. അതിന് ഈ ഒരൊറ്റ വഴിയെ ഞാൻ കാണുന്നുള്ളൂ. മാമ തടസ്സം പറയുന്നു. ഉമ്മുവിന് ഞാൻ മൊഴി ചെല്ലട്ടെ മാമ? മോളെ മൊഴി ചൊല്ലുന്നെന്ന് കേൾക്കുമ്പോ ഒരു ബാപ്പാടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ല മോനെ. നടന്തര തറവാട്ടിലേക്ക് ഉമ്മുവിനെ കെട്ടിച്ചയക്കുമ്പോ അവൾ എങ്ങനെ സുഖമായി ജീവിക്കണമെന്ന് മാമ വിചാരിച്ചുവോ, അതിൽ 10 മടങ്ങ് സുഖമായി ജീവിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. അതിന് മാമ മാത്രം വിചാരിച്ചാൽ മതി. എങ്ങനെ? റസാഖും ഉമ്മുമായി ഒന്നിച്ച് ജീവിക്കാൻ മാമ വഴിതെളിക്കണം. മാമ പറഞ്ഞ റസാഖ് സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഉമ്മുവിനെ ഞാൻ മൊഴി ചെല്ലട്ടെ മാമ? എന്റെ മോനെ. ഉമ്മു, കമറു നിന്നെ മൊഴി ചൊല്ലി മോളെ. ഞാൻ വല്ല തെറ്റും ചെയ്തോ ബാപ്പ? ഇല്ല മോളെ, നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ കമറു കണ്ട ഏക മാർഗം ഇതാണ്. നീ വീണ്ടും ഒരു നിക്കാഹ് കഴിക്കാൻ. ഓഹോ, നീ ആ പാട്ട് പാടിയതാടാ ഈ കുഴപ്പത്തിലൊക്കെ കാരണം. ഉമ്മു, എന്താ കാര്യം? കമറുദ്ദീൻ ഉമ്മുവിനെ മൊഴി ചൊല്ലി അവിടെ നിന്ന് പോയി. എന്റെ റബ്ബേ,
മാമ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ബാപ്പയുടെ അസുഖം കുറവുണ്ടോ? കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പോഴും ചികിത്സയും മരുന്നുമാണ്. മാമ ഇരിക്കെ. യൂസഫേ, ഞാൻ വന്നത് നമ്മുടെ കമറുദ്ദീനെ കുറിച്ച് അന്വേഷിക്കാനാ. എന്താ അളിയനെന്ത് പറ്റി? അവൻ ഹമീദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. എവിടെ പോയെന്നൊരു വിവരമില്ല. മാമാടെ വീട് നരകമാണെന്ന് പറഞ്ഞ് മാമയെ ധിക്കരിച്ചിറങ്ങിപ്പോയനല്ലേ അളിയൻ? എവിടെയെങ്കിലും പോയി തൊലയട്ടെ. അവൻ ഹമീദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് കേട്ടപ്പോ വീണതാണ് അവന്റെ ഉമ്മ. ഇന്നലെ 2 പ്രാവശ്യം ഡോക്ടറെ കൊണ്ടുവന്നു. ഇപ്പോഴും കിടന്ന കിടപ്പ് കിടക്കാണ്. ഒന്ന് തീർച്ചയാണ്, അവനൊരു തറവാടിയാണ്. ഭാര്യയുടെ വീട്ടിൽ കൈതക്കുറ്റിയായി കിടക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോന്നല്ലോ. എന്തുകൊണ്ടും ഖമറുദ്ദീൻ എന്നെക്കാൾ സമർത്ഥനാണ്. എന്റെ ഭാര്യ എന്നെ പിരിഞ്ഞ് മാമയുടെ വീട്ടിൽ എത്രയോ നാളായി താമസിക്കുന്നു. എന്നിട്ടും അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? 2 കുഞ്ഞുങ്ങളുടെ ബാപ്പയായി പോയതുകൊണ്ട് അവളെ മൊഴി ചൊല്ലാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. മാമയ്ക്ക് വിഷമം തോന്നരുത്. മേശമേൽ വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ ഒരു ജോലിക്കാരിയെ പോലെ അടുക്കളയിൽ ഇരുന്ന് ഉമ്മുക്കുൽസുവിനോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടത് ആരാണെന്ന് മാമയ്ക്ക് അറിയാമോ? മാമയുടെ മകൾ താഹിറ. ഒരിക്കൽ ഉമ്മുക്കുൽസുവിന്റെ ഉമ്മ വീട്ടിൽ വന്നപ്പോൾ വീട്ടുമുറ്റത്ത് കയറാൻ പോലും അവർക്ക് അർഹതയില്ലെന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് കരയിച്ചു വിട്ടത് ആരാണെന്ന് അറിയാമോ? മറ്റാരുമല്ല, മാമയുടെ പുന്നാര മകൾ താഹിറ. ഉമ്മുവിന്റെ കുടുംബക്കാർ അത്ര ഗതികെട്ടവരാണെങ്കിൽ പിന്നെ ഈ കല്യാണത്തിന് മാമ എന്തിനു സമ്മതിച്ചു? ഖമറുദ്ദീൻ ഒരു സൂക്കേടുകാരനായിരുന്നിട്ടും അവന്റെ ഭാര്യയാകാൻ സമ്മതിച്ച ആ സ്ത്രീക്കും കാണില്ലേ ചില ആശകൾ? എന്നിട്ട് കിട്ടിയതോ എത്രയെത്ര അപമാനങ്ങൾ. ഇതിൽ നിന്ന് ഉമ്മുക്കുൽസുവിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയ ഖമറുദ്ദീനെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? താഹിർ ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലം അളിയൻ ആ വീട്ടിൽ കാലുകുത്തില്ല എന്ന് ഖമറുദ്ദീൻ പറഞ്ഞു. പറഞ്ഞു. കടത്തുന്നതിൽ കിടന്നുറങ്ങണമെന്ന് എന്റെ ഒരു സ്നേഹിതൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി വളരെ നിർബന്ധിച്ചിട്ടാണ് അളിയൻ എന്നോടൊപ്പം വന്നത്. ഉമ്മ ഇത് കഴിക്കും. വേണ്ട, കഴിക്കുമ്മ. ഉമ്മ, മോനെ കമറു, ഉമ്മ, ഉമ്മ എന്തേ മരുന്ന് കഴിക്കാത്തെ? കഴിക്കാം മോനെ. താഹിറ, ഇവിടുത്തെ നിന്റെ പൊറുതി ഇന്ന് തന്നെ നീ അവസാനിപ്പിക്കണം. ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നടക്കണം. ബാപ്പാ, മിണ്ടരുത്. കെട്ടിച്ചയച്ച പെണ്ണ് താമസിക്കേണ്ട കെട്ടിയോണ്ട് വീട്ടില. എന്നെ കൊണ്ടൊന്നും വയ്യ അവിടെ പോയി താമസിക്കാൻ. എന്താടി താമസിച്ചാല്? അതൊരു നരകമാണ് എന്ന് നിനക്ക് തോന്നും. കാരണം നീ ചെല്ലുന്നിടം മുഴുവൻ നരകായിരിക്കും. അത്രയ്ക്ക് നശൂലം പിടിച്ചവളാണ് നീ. ഇത്രയും കാലം എന്റെ കാലിൽ ഓരോ പുന്നാരങ്ങൾ ഓതി ഓതി എന്നെ നീ പിടക്കാക്കി. ഇനി തന്നെ ഇവിടെ വെച്ച് പൊറപ്പിച്ചാൽ ശരിയാവില്ല. നശിക്കും, എല്ലാം നശിക്കും. വേഗം ഒരുങ്ങിക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. ഉടനെ യൂസഫിന്റെ കൂടെ പോകാൻ തയ്യാറായിക്കോ. കലക്കി മാമ, ഉഗ്രൻ. മാമയ്ക്ക് ഇത്ര ഒച്ച ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ഈ ബുദ്ധി നിങ്ങൾക്ക് കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എന്റെ മോനും ഉമ്മവും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. മോളെ, മോളെ, ഉമ്മ ഒന്ന് പറയട്ടെ. റസാക്കുമായുള്ള കല്യാണത്തെ കുറിച്ചായിരിക്കും. അതെ, റസാക്കയെന്നല്ല, ഖമറുദ്ദീനൊക്കെ തന്നെ വീണ്ടും വന്നാലും എനിക്ക് ജീവിതത്തിൽ മറ്റൊരു വിവാഹമേ വേണ്ട. മോളെ, അങ്ങനെ തീർത്ത് പറയരുത്. ബാപ്പ ഒന്നും പറയണ്ട. അപ്പൊ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലെന്നാണോ? ബാപ്പയുടെ അധികാരം ഉപയോഗിച്ച് മുമ്പൊരു കല്യാണം എനിക്ക് ബാപ്പ നടത്തി തന്നല്ലേ. എന്നിട്ട് എന്തുണ്ടായി? അത് ബാപ്പാക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി മോളെ. അതിന്റെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചത്
ഞാനാണ് ബാപ്പ. ഏറ്റവും നല്ല മനസ്സോടെ ജീവന്റെ ജീവനായി ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചു. എന്നിട്ടും ആ കുറ്റബോധം ഇപ്പോഴും ബാപ്പാടെ മനസ്സ് നീറ്റുന്നുണ്ട്. അതിനൊരു മോചനം കിട്ടണമെങ്കിൽ നീ റസാക്കുമായുള്ള നിക്കാഹ് നടക്കണം. ആത്മാർത്ഥതയില്ലാത്തൊരു മനസ്സുമായി ഇനിയും വേറൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ. ഇനിയെങ്കിലും ബാപ്പയെ പിടിവാശി ഉപേക്ഷിക്കണം. ഇല്ല, ഈ നിക്കാഹ് ഞാൻ നടത്തും. ഇതൂടെ കഴിക്കും. മതി. കഴിക്കുമനി. മോനെ, ഉമ്മ നല്ലവളായിരുന്നു, സ്നേഹമുള്ളവളായിരുന്നു. കഴിയുമെങ്കിൽ നീ വീണ്ടും അവളെ തന്നെ നിക്കാഹ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. വേണ്ടുമ്മ, എനിക്കത് വിധിച്ചിട്ടില്ല. സ്വന്തമായി അധ്വാനിച്ച് 4 കാശുണ്ടാക്കി ഭാര്യയെ പോറ്റാൻ കെൽപ്പുള്ളവന് മാത്രം ആശിക്കാവുന്ന ഒന്നാണ് നിക്കാഹ്. എനിക്കതിന് കഴിയില്ലല്ലോ ഉമ്മ. ആ ഗതികേട് നിനക്ക് വരില്ല. ഈ വീട് ഉൾപ്പെടെ എന്റെ സ്വത്തിന്റെ പകുതി നിന്റെ പേർക്ക് എഴുതി വെച്ചതിന്റെ ആധാരമാണിത്. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ഉമ്മുവിന് വേറൊരു കല്യാണാലോചന വരുന്നതിന് മുമ്പ് നീയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കണം. സമ്മതിക്കളിയ. മോളെ, കരയരുത് മോളെ. എല്ലാം പഠിച്ചോന്റെ തീരുമാനമാണെന്ന് വിചാരിച്ചു.
എന്റെ മകൾ ഉമ്മുക്കുൽസുവിനെ 19 മിസ്കാൽ പൊന്ന് മഹറിന് പകരമായി 19 മിസ്കാൽ പൊന്ന് മഹറിന് പകരമായി ഹലാലായ ഭാര്യയാക്കി ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. ഉമ്മിനെ കാണാനില്ല. നിക്ക്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് أشهد أن محمدا